ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന മൂവി 2015 ഒരു കൊറിയൻ ക്രൈം ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ഫാറ്റൽ ഇൻഡ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു വേറെ ലെവൽ മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. എന്തായാലും വൺ ലൈൻ പറഞ്ഞിട്ട് ആ ഒരു ഇൻട്രസ്റ്റ് കളയുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെയും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ മറക്കാതെ നമ്മുടെ ഈ ഒരു ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇനി ഞാൻ കൂടുതലായിട്ടും പറഞ്ഞ സമയം കളയുന്നില്ല, നമുക്കതായാലും നേരെ സ്റ്റോറിയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഈ മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിലെ നമ്മുടെ ഈ മൂവിയിലെ ഹീറോ ആയിട്ടുള്ള ജാങ് വൂവിനെ കാണിക്കുകയാണ്. അവനിപ്പോ ഒരു ഐസ് കമ്പനിയിൽ ജോലി ചെയ്യാണ്. അതുമല്ലാതെ ഇവരിപ്പോ താമസിക്കുന്നത് കടലോര ദ്വീപായിട്ടുള്ള ഒരു ചെറിയ പട്ടണത്തിലാണ്. അങ്ങനെ എല്ലാവരും വർക്കെല്ലാം കഴിഞ്ഞിട്ട് ആഹാരം കഴിക്കാനായിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയെ മാത്രം കൂടെയുള്ളവരധികം അങ്ങനെ അടുപ്പിക്കുന്നില്ല. അങ്ങനെ അവൻ ആഹാരം കഴിക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ അവന്റെ സഹോദരി യൂൻ ജി അവിടേക്ക് അവൻ ആഹാരം കൊണ്ടിങ്ങനെ വരികയാണ്. അങ്ങനെ നമ്മുടെ ഹീറോ ആയാലും വന്നിട്ട് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് അവളാണെങ്കിലും പറയുന്നുണ്ട്, ഇതിൽ ചിലതൊന്നും വെന്തിട്ടില്ല കേട്ടോ, നോക്കിയെല്ലാം കഴിക്കണം എന്നെല്ലാം പറയുമ്പോഴത്തേക്കും ഈ മാറിയിരിക്കുന്ന ജോലിക്കാരുണ്ടല്ലോ, അവര് നമ്മുടെ ഹീറോയെ ഇങ്ങനെ പിറുവിറുത്തുകൊണ്ട് എന്തൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, അവനെ കുറ്റം പറയാണ്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ ആ ഒരു സഹോദരി പെട്ടെന്ന് പറയും, ഏയ് എന്റെ സഹോദരൻ എന്താ ഇവിടെ നല്ല രീതിയിൽ ജോലി ചെയ്യുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, നിന്റെ സഹോദരൻ ഇവിടെ ജോലി ചെയ്യാതിരിക്കുമ്പോഴത്തേക്കാണ് ഞങ്ങൾക്കറിയാം ഇതിന് സമാധാനം കിട്ടുന്നത് എന്നും പറഞ്ഞിട്ട് അവനെ കളിയാക്കുമ്പോൾ അവളാണെങ്കിലും തിരിച്ച് അയാളെയും കളിയാക്കുന്നു. അപ്പോൾ അവൻ പറയും, ഒരു ചേട്ടനെ സഹോദരിയും വന്നിരിക്കുന്നു, നിങ്ങൾ രണ്ടുപേരും ഒന്നും മിണ്ടായിരിക്കും എന്നെല്ലാം പറയുന്നതും കുറെ നേരം ഇതും കേട്ടോണ്ടിരിക്കുന്ന നമ്മുടെ ഹീറോ പെട്ടെന്ന് കഴിക്കുന്നത് നിർത്തിയിട്ട് അവൻ എഴുന്നേറ്റ് പോകുമ്പോൾ ഇത്രയും പെട്ടെന്ന് കഴിപ്പ് നിർത്തിയോ എന്നും പറഞ്ഞ് അവള് പാത്രങ്ങളെല്ലാം ഇങ്ങനെ എടുത്തു വയ്ക്കുന്ന സമയത്താണ് അവള് ചെറിയൊരു പാവാടയാണ് ധരിച്ചിരിക്കുന്നത്. ഇത് കാണുമ്പോഴത്തേക്ക് അവന്മാര് അതിനെപ്പറ്റി പറഞ്ഞിട്ട് അവളെ ഇങ്ങനെ കളിയാക്കുക. എന്നിട്ട് ചോദിക്കും, അല്ല നീ ഇപ്പൊ സ്കൂളിലേക്കാണോ പോകുന്നത് അതോ വേറെ എവിടേക്കെങ്കിലാണോ എന്നെല്ലാം പറഞ്ഞ് അവളെ കളിയാക്കുമ്പോ അവളാണെങ്കിൽ അതൊന്നും വലിയ കാര്യമാക്കത്തില്ല. അവൾ അങ്ങനെ പോകാനായിട്ട് നിൽക്കുന്നതും നമ്മുടെ ഹീറോ പെട്ടത് വന്നിട്ട് ഇവന്മാരെല്ലാം തള്ളിക്കളഞ്ഞ്, നീയൊക്കെ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു, പക്ഷെ എന്റെ സഹോദരിയെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥയെന്ന് പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് ആ സഹോദരിനെ വിളിച്ച് അവിടെ നിന്ന് പോകുന്നതും അവളാണെങ്കിൽ അയാളെ നോക്കി ഇങ്ങനെ കളിയാക്കുന്നുണ്ട്. അങ്ങനെ അവനാണെങ്കിൽ ഒരു ചെറിയ വണ്ടിയുണ്ട്, അതിനകത്ത് അവളെ കയറ്റിയിരുത്തിയിട്ടാണ് അവൾക്കൊരു പാൻറ് ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പോഴേക്കും അവൾ പറയും, ഒരു കാരണവശാലും ഞാൻ ഇടത്തില്ല എന്ന് പറയുമ്പോൾ അവൻ പെട്ടെന്ന്, അമ്മ അച്ഛാ അതെ ഇവള് പറയുന്നത് കേൾക്കുന്നില്ല എന്ന് പറയുന്നതും എന്താണെന്ന് വെച്ചാൽ ഇവരുടെ രണ്ടുപേരുടെ അച്ഛനും അമ്മയും ഒരു അപകടത്തിൽ മരിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഇവർ രണ്ടുപേരും അന്നത്തെ ദിവസം എങ്ങനെ തള്ളി നീക്കാൻ വേണ്ടി പല ജോലികളും ചെയ്ത് ജീവിക്കുകയാണ്. അങ്ങനെ ഈ ഒരു പാൻറ് ഇടുന്ന കാര്യം അങ്ങനെ ഇത് കേൾക്കുന്നതും ആ ഒരു സഹോദരി പെട്ടെന്ന് ശരിയെന്നും പറഞ്ഞിട്ട് അതിന്റെ മുകളിലൂടെ ആ ഒരു പാൻറ് വലിച്ചേറ്റി ഇങ്ങനെ ഇടുകയാണ്. എന്നിട്ട് അവളോട് അവിടെ പിടിച്ചിരിക്കാൻ പറഞ്ഞ് അവൻ ആ ഒരു വണ്ടി എടുത്ത് അവിടെ നിന്ന് പോകുന്നതും ഇങ്ങനെയാണ് ഇവരുടെ ജീവിതം തന്നെ പോകുന്നത്. അതുമല്ല ആ ഒരു സഹോദരിക്കാണെങ്കിൽ അവളുടെ കോളേജ് പഠനം കഴിഞ്ഞാൽ ഉടനെ തന്നെ അവൾക്കൊരു ഷോപ്പ് ഇടണമെന്ന് താല്പര്യമുണ്ട്. അതുമല്ല നമ്മുടെ ഹീറോ ആണെങ്കിലോ അവളെ പഠിപ്പിച്ച് നല്ല നിലയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് അവളെ മറ്റൊരു സ്ഥലത്തേക്ക് പറഞ്ഞു വിടാൻ വേണ്ടി അതിനു വേണ്ടിയിട്ടുള്ള പണം ഇങ്ങനെ സമ്പാദിക്കുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും തിരിച്ചു വരുന്ന വഴിക്കാണ് ആ ഒരു പട്ടണത്തിൽ തന്നെ ചെറിയൊരു മെഡിക്കൽ ഷോപ്പ് ഉണ്ട്. അതിനകത്തേക്ക് നമ്മുടെ യുജി ഇങ്ങനെ കയറി വന്നിട്ട് അവിടെ ഒരു ഗെയിം കളിക്കുന്ന ഒരു മെഷീൻ ഉണ്ട്, അതിനകത്ത് പണം ഇട്ടിട്ട് അതിനകത്തുള്ള പാവകൾ എന്ത് വേണമെങ്കിലും നമുക്ക് കളിച്ച് എടുക്കാം. അങ്ങനെ ആ ഒരു രീതിയിൽ ചെറിയൊരു കീ ചെയിൻ പോലെ അവളിങ്ങനെ കളിച്ചു വാങ്ങിയിട്ടാണ് ആ ഒരു ഷോപ്പ് നടത്തുന്ന ഫാർമസിസ്റ്റ് ഉണ്ട് അയാൾക്ക് ഇങ്ങനെ വന്ന് കൊടുക്കും. അപ്പൊ അയാൾ പറയും, ഹേയ് അതിന്റെ ആവശ്യം എനിക്കില്ല, ഞാൻ തന്നെ ആ ഒരു മെഷീൻ ഒരുപാട് തവണ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒരുപാട് കിട്ടിയിട്ടുണ്ട്, എല്ലാം വീട്ടിലിരിക്കുകയാണെന്ന് പറയുമ്പോൾ അവള് പറയും, ഏയ് അതൊന്നും സാരിയല്ല, ഇത് എന്റെ സന്തോഷത്തിനായിട്ട് വെച്ചോ, ദേ എനിക്ക് ആൾറെഡി ഒരെണ്ണം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അത് അയാളുടെ കയ്യിലേക്ക് ഇങ്ങനെ കൊടുക്കുന്നതും ഇവളാണെങ്കിൽ എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിക്കും. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് അവൾക്ക് ഒരു വയറുവേദന വരുന്നു. എന്താണെന്ന് വെച്ചാൽ അവൾക്ക് പീരിയഡ്സ് ആയതുകൊണ്ട് ആ ഒരു വയറുവേദന വരുന്നതും നമ്മുടെ ഹീറോ ഇവിടെ വെളിയിൽ നിൽക്കുമ്പോൾ ഒരുപാട് നേരമായിട്ട് ഷോപ്പിൽ കയറിപ്പോയാൽ അവള് വെളിയിലേക്ക് വരുന്നില്ല. അതുകൊണ്ട് അവളെ അന്വേഷിച്ച് ഷോപ്പിനകത്തേക്ക് കയറി വരുന്നതും ഷോപ്പിനകത്ത് അവളെയും കാണുന്നില്ല, അവളുടെ കോട്ടും ബാഗെല്ലാം ഇരിപ്പുണ്ട്. അതേപോലെ തന്നെ ആ ഒരു ഷോപ്പ് നടത്തുന്ന അയാളുടെ പേര് സുഹം എന്നാണ്, അയാളെ അവിടെ കാണാനില്ല. അങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് റൂമിനകത്ത് നിന്നും ആ ഒരു സഹോദരി പെട്ടെന്ന് ഇറങ്ങി വരുന്നത്. അവളുടെ കയ്യിലാണെങ്കിൽ ഒരു പാഡ് ഇരിപ്പുണ്ട്. അതുമല്ല അയാളും പുറകെ ഇങ്ങനെ ഇറങ്ങി വരുന്നു. അങ്ങനെ നമ്മുടെ ഹീറോ നോക്കി നിൽക്കുന്നതും അയാൾ പറയും, ഇല്ല അവൾക്ക് വേണ്ടിയിട്ട് അത് എടുത്തു കൊടുക്കാൻ പറഞ്ഞു, അത്ര മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് അവൾ പറയും, ശരി പണം കൊടുക്കുന്നെന്നും പറഞ്ഞിട്ട് അവർ രണ്ടുപേരും വെളിയിലേക്ക് ഇങ്ങനെ പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഒരു സൂപ്പർ മാർക്കറ്റിനകത്ത് ഒരു പ്രത്യേകതരം ഫുഡ് മാത്രം ഒരുപാട് ആരും ഇങ്ങനെ എടുക്കുന്നു. എന്നിട്ട് അത് ആ ഒരു ഷോപ്പ് നടത്തുന്ന ആ ഒരു സ്ത്രീയുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് വെക്കുമ്പോഴത്തേക്കും അവരാണെങ്കിൽ ഈ ഒരു പെണ്ണിനെ കണ്ട് നല്ല രീതിയിൽ പേടിക്കുകയും ചെയ്യുന്നു. എന്നിട്ടാണ് അവരൊരു വല്ലാത്ത രീതിയിൽ പേടിച്ചിട്ട്, സോറി എന്റെ ഭർത്താവ് ഇന്ന് ഇവിടെ ഇല്ല, അതുമല്ല നീ ഇതിനെ പണം ഒന്നും തരണ്ടെന്നെല്ലാം പറയുമ്പോഴത്തേക്കും അവള് പെട്ടെന്ന് പണം അവിടെ വെച്ചിട്ട് ആ സാധനം എടുത്ത് വെളിയിലേക്ക് ഇറങ്ങുന്നതും ഇവർ അവളുടെ പിറകെ വന്നിട്ട് എന്തോ ഒരു വെള്ളം എടുത്ത് അവളുടെ ദേഹത്തേക്ക് ഇങ്ങനെ എറിയുകയും ചെയ്യുന്നു. അതുമല്ല റോഡിലൂടെ നടന്നു പോകുന്ന സ്കൂൾ കുട്ടികളുണ്ടല്ലോ, അവരാണെങ്കിലും ഈ ഒരു പെണ്ണിനെ കണ്ടിട്ട്, അല്ല ഈ ഒരു സ്ത്രീയല്ലേ പ്രേതങ്ങളെല്ലാം കാണാൻ കഴിയുന്ന മന്ത്രവാദിനി എന്നെല്ലാം പറയുന്നതും അവളാണെങ്കിൽ അതൊന്നും കാര്യമാക്കാതെ പതിയെ അവിടെ നിന്ന് നടന്നു പോകുന്നു. നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇതെല്ലാം കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ ഇപ്പോ ഒരു വാഷ് ഹൗസും വെച്ചിട്ടുണ്ട്. വലിയ വലിയ തുണികള് ഇതെല്ലാം കൊണ്ടുവന്നിട്ട് വാഷ് ചെയ്യുന്ന ഒരു സ്ഥലം. അതുമല്ലാതെ ഇവരോടൊപ്പം അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഹീറോയുടെ കുടുംബത്തിൽ തന്നെ ഒരുത്തനും കൂടിയുണ്ട്. അവനാണെങ്കിൽ മാനസികമായിട്ട് ചെറിയൊരു ബുദ്ധി കുറവുണ്ട്.
അങ്ങനെ അവനെ കൂടി വെച്ചിട്ടാണ് ഇവർ ആ ഒരു വാഷ് ഹൗസ് നടത്തി പോകുന്നത്. അങ്ങനെ അവിടെ നമ്മുടെ ഹീറോ വന്നിട്ട് അവന്റെ സഹോദരിയെ വിളിച്ച് ഇതേപോലെ വൈകിട്ട് നേരത്തെ തന്നെ വരണം, ഒരു അത്യാവശ്യ കാര്യമുണ്ട്, ഇന്നത്തെ ദിവസം നിനക്ക് എന്താണെന്ന് അറിയാലോ എന്നെല്ലാം പറഞ്ഞ് ഒരു മെസ്സേജ് അയച്ച് അവനിങ്ങനെ നിൽക്കുമ്പോൾ അവന്റെ കൂടെ നിൽക്കുന്ന അവനാണെങ്കിൽ അത്രയും സന്തോഷം. എന്താണെന്ന് വെച്ചാൽ അവൻ നമ്മുടെ ഹീറോയുടെ സഹോദരിയെ സ്നേഹിക്കുന്നുണ്ട്. അതുപോലെ ഹീറോ പറയും, ഏയ് നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് അവളുടെ പുറകെ ഇങ്ങനെ നടക്കരുതെന്ന്, കാരണം നമ്മളെല്ലാവരും ഒരു കുടുംബമാണ്, ആ ഒരു രീതിയിൽ ചിന്തിച്ചൂടെ നിനക്ക് എന്നെല്ലാം പറയുന്നത്. അവൻ പറയും, ഓക്കെ ശരി, നമ്മളെല്ലാവരും ഒരു കുടുംബം തന്നെയാണ് എന്നെല്ലാം പറഞ്ഞ് അവരവിടെ ഇരിക്കുന്ന അതേ സമയത്ത് നമ്മുടെ സഹോദരിയെ കാണിക്കുമ്പോൾ അവളിപ്പോ ആളൊന്നുമില്ലാത്ത ഒരു ബോട്ടിനടുത്തായിട്ട് ഇങ്ങനെ വരികയാണ്. അവിടെയാണെങ്കിൽ ഒരു പെട്ടി ഇരിപ്പുണ്ട്. അങ്ങനെ അവള് വന്ന ആ ഒരു പെട്ടി എടുക്കുന്ന സമയത്ത് അടുത്താരോ എന്തോ സംസാരിക്കുന്നത് പോലെ ഒരു ശബ്ദം കേൾക്കുന്നതും അവൾ അവിടേക്കൊന്ന് നോക്കുമ്പോൾ ആരാണെന്ന് വെച്ചാല് ആ റോഡിൽ വെച്ച് ഭ്രാന്തിയെ പോലെ നടന്നൊരു പെണ്ണുണ്ടല്ലോ, അവളാണ്. അവളുടെ പേര് സത്യം പറഞ്ഞാൽ സിയോൺ എന്നാണ്. അങ്ങനെ അവളെ കാണുന്നത് ആ ഒരു സഹോദരി പെട്ടെന്ന്, ഹേയ് നിനക്ക് ഓക്കെ അല്ലേ എന്നെല്ലാം പറഞ്ഞ് അവളെ വിളിച്ച് അടുത്തിരുത്തിയിട്ട് അവളോട് ഇങ്ങനെ ചോദിക്കും, അല്ല നിന്നെ എല്ലാവരും മന്ത്രവാദി എന്നാണല്ലോ പറയുന്നത്, അതുമല്ല ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നിനക്ക് നേരത്തെ കാണാൻ കഴിയുമെന്ന് പറഞ്ഞു, അതൊക്കെ ശരിയാണോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നൊന്ന് പറയാൻ പറ്റുമോ? എന്റെ സഹോദരൻ എന്താ സംഭവിക്കാൻ പോകുന്നത് അതെല്ലാം ഒന്ന് പറയാൻ പറ്റുമെന്ന് ചോദിക്കുന്നതും അവൾ പെട്ടെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അതൊന്നും എനിക്ക് കാണാൻ കഴിയത്തില്ല, പക്ഷേ ഒരാൾ മരിക്കുമെന്ന് മാത്രമേ എനിക്കറിയാം, അതാണ് ഞാൻ കാണുന്നത്. ഇനി നിനക്കറിയണോ നീ എങ്ങനെയാണ് മരിക്കാൻ പോകുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നതും ആ ഒരു സഹോദരിക്ക് പെട്ടെന്ന് പേടിയായിട്ട് ആ പെട്ടിയിലുള്ള സാധനങ്ങളെല്ലാം ഇങ്ങനെ എടുക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു ബാർബർ ഷോപ്പ് നടത്താനുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ഒരു പെട്ടിയിലുള്ളത്. അപ്പൊ ആ ഒരു ഡ്രസ്സെല്ലാം ഇട്ടിട്ട് അവൾ ഇവളോട് പറയും, നീ എന്താ എന്നോടൊപ്പം വരാത്തത്? എനിക്കാണെങ്കിൽ ടൗണിലൊരു ബാർബർ ഷോപ്പ് ഉണ്ട്, അവിടേക്ക് വന്നൂടെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഇവൾക്കാണെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ചെറിയ പെൺകുട്ടി നടക്കുന്നത് പോലെയെല്ലാം ഇങ്ങനെ കണ്ടിട്ട് പെട്ടെന്ന് പേടിക്കാനും തുടങ്ങും. അതേസമയം ഇവിടെ വീട്ടിൽ കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ ഇപ്പോ അവളെ നേരത്തെ വിളിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ ഇന്നത്തെ ദിവസം അവളുടെ ജന്മദിനമാണ്. അപ്പൊ അത് ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ വരാൻ പറഞ്ഞത്. അതുമല്ല അവളാണെങ്കിൽ ഒരുപാട് നേരമായിട്ട് വരാത്തത് കൊണ്ട് നേരെ അവൾ നടത്തുന്ന ആ ഒരു ഷോപ്പിലേക്ക് ചെല്ലുമ്പോൾ അവൾ ഒരാളുടെ മുടിയെല്ലാം വെട്ടിയിട്ട് തലയിലെല്ലാം ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതുമല്ല അവൾ അയാളോട് പറയുന്നുണ്ട്, അടുത്ത വർഷം ഞാൻ ഉടനെ തന്നെ എന്റെ സ്വന്തം കട തുടങ്ങും, അപ്പോഴേക്കും നിങ്ങൾ എല്ലാവരും അവിടേക്ക് വരണം, നല്ലതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും ഞാൻ നോക്കാം എന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ ഹീറോ പെട്ടെന്ന് അവിടേക്ക് വന്നിട്ട് അവളെയും വിളിച്ച് അകത്തേക്ക് പോയിട്ട്, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടില്ലേ നിനക്ക് വേണ്ടിയിട്ടില്ലേ ഞാൻ പണമെല്ലാം സമ്പാദിക്കുന്നത്, നീ പഠിക്കുന്ന കാര്യം മാത്രം നോക്കിയാൽ മതി, ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ അവൾ പറയും, എനിക്ക് അതിനോടൊന്നും താല്പര്യമില്ല, എനിക്ക് സ്വന്തമായിട്ടൊരു ഷോപ്പ് തുടങ്ങണം, അതിനു വേണ്ടിയിട്ടില്ലേ ഞാൻ പണം ശേഖരിക്കുന്നത് എന്നെല്ലാം പറഞ്ഞിട്ട് രണ്ടുപേരും അങ്ങോട്ട് ഇങ്ങോട്ട് വഴക്കെല്ലാം കൂടുന്നു. അങ്ങനെ രണ്ടുപേരും സംസാരിച്ച് അവസാനം വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോ പറയുന്നത്, നമ്മൾ രണ്ടുപേരും ഈ ഒരു പട്ടണത്തിൽ എങ്ങനെയാണ് ജീവിക്കുന്നത് നിനക്ക് അറിയത്തില്ലേ, എന്നെ പോലെ ജീവിക്കാൻ വേണ്ടിയിട്ടാണോ നീ ഇനി ശ്രമിക്കുന്നത്, അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ കേൾക്ക് എന്നെല്ലാം പറഞ്ഞിട്ട് അവൻ വിടുന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ടാണ് പറയുന്നത്, ഇന്നത്തെ രാത്രി ഇനി വെളിയിലേക്ക് പോകരുതെന്ന് പറയുമ്പോൾ പറയും, ഇല്ല ഞാൻ പോകുമെന്ന് പറയുമ്പോൾ അവൻ പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി ആ ഒരു ഗേറ്റ് അങ്ങ് പൂട്ടുകയും ചെയ്യും. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, എന്തിനാ എന്നെ പൂട്ടിയിട്ട് പോകുന്നത് ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ അവൻ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞ് അവൻ നേരെ പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഒരു ബാറിലേക്കാണ്. അങ്ങനെ അവിടെ ചെന്നിട്ട് ഇവന്റെ കൂടെ തന്നെ ജോലി ചെയ്യുന്ന മറ്റൊരു തന്നെയായിട്ട് എന്തോ ഒരു ബെറ്റെല്ലാം വെച്ച് രണ്ടുപേരും ഒരുപാട് നേരം സംസാരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ പറയും, ഹേയ് നീ നോയിക്കോ, ഞാനും എന്റെ സഹോദരിയും ഈ ഒരു നാട്ടിൽ ഈ ഒരു പട്ടണത്തിൽ തന്നെ നല്ലതുപോലെ ജീവിക്കും എന്നെല്ലാം പറഞ്ഞ് അവൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നതും ഇവിടെ വീട്ടിൽ കാണിക്കുമ്പോൾ ആ ഒരു സഹോദരി ഉറങ്ങി കിടക്കുന്ന സമയത്ത് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു, ഈ ഗേറ്റ് തുറക്കുന്നത് പോലെ. അങ്ങനെ ആ ഒരു ശബ്ദം കേട്ട് അവൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ അത് താഴെ നിന്നാണ് കേൾക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ആ ഒരു വാഷിംഗ് ഹൗസ് ഉണ്ടല്ലോ, അത് ഇവരുടെ റൂമിന്റെ താഴെയാണുള്ളത്. അതുപോലെ അവിടേക്ക് ഇറങ്ങാനായിട്ട് ഒരു വഴിയുണ്ട്. അങ്ങനെ അവൾ പെട്ടെന്ന് ആ ഒരു ഭാഗം തുറന്ന് ഉള്ളിലേക്ക് നോക്കുമ്പോൾ അതിനുള്ളിൽ ആരോ നിൽക്കുന്നത് പോലെ അവളിങ്ങനെ കാണും. ഒരുപക്ഷെ അത് തന്റെ സഹോദരനാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവൾ ചേട്ടാന്നിങ്ങനെ വിളിക്കുമ്പോൾ ആരും മിണ്ടുന്നില്ല. അതുമല്ല പെട്ടെന്ന് അവിടുത്തെ ലൈറ്റ് അങ്ങ് ഓഫ് ആവുകയും ചെയ്യുന്നു. അതുമല്ല അവളാണെങ്കിൽ അവിടെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഏണിയിലൂടെ ആരോ മുകളിലേക്ക് കയറി വരുന്നത് പോലെ അവൾ അങ്ങനെ നോക്കിയിരിക്കുന്നതും പെട്ടെന്ന് അവളുടെ മുന്നിലേക്ക് വരുന്നത് മറ്റൊരുത്തനാണ്. അവൾ അത് കണ്ട് പേടിച്ച് ഓടാനായിട്ട് ശ്രമിക്കുമ്പോൾ അവൻ അവളെ വലിച്ച് അതിനുള്ളിലേക്ക് കൊണ്ടുപോകുന്നു. എന്നിട്ട് അവളെ നല്ല രീതിയിൽ ഉപദ്രവിക്കുകയും ചെയ്യുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് കാണിക്കുമ്പോൾ അവളെ അടിച്ചവശയാക്കി അവളുടെ ദേഹത്ത് നല്ല രക്തമെല്ലാം വന്നിട്ട് അവൾ അവിടെ ഇങ്ങനെ ഇരിക്കുന്നതും അവൻ മുന്നിലേക്ക് വന്ന് നിൽക്കുമ്പോൾ അവൾ അങ്ങനെ അവനെ നോക്കിയിട്ട് പറയും, നീ എന്നെ എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചാലും എന്റെ സഹോദരൻ എന്നെ കണ്ടുപിടിക്കും, ഏത് കടലിന്റെ നടുവിൽ കൊണ്ടുപോയിട്ടാലും എന്റെ സഹോദരൻ എന്നെ തേടി വരും എന്നിങ്ങനെ പറയുന്നതും അവൻ പെട്ടെന്ന് അവിടെ ഒരു ഒറ്റയടി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കാണിക്കുമ്പോൾ അടുത്ത ദിവസം നമ്മുടെ ഹീറോ അവന്റെ സഹോദരിയെ കാണാത്തത് കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് പരാതി കൊടുത്തിരിക്കുകയാണ്. അപ്പൊ സ്റ്റേഷനിലെ ആ ഒരു പോലീസുകാരനാണെങ്കിൽ നമ്മുടെ ഹീറോയോട് പറയും, ശരി നിന്റെ സഹോദരിയെ നമുക്ക് എന്തായാലും ഒരു 3 ദിവസത്തേക്ക് വെയിറ്റ് ചെയ്യാം, അവൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും തിരിച്ചു വരും, അതുകൊണ്ട് നീ വിഷമിക്കുന്നത് വേണ്ട, അവളെ എന്തായാലും നമുക്ക് കണ്ടുപിടിക്കും, ഒരു 3 ദിവസം മാത്രം എനിക്ക് തന്നാൽ മതി എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയെ അവിടെ നിന്ന് പറഞ്ഞുവിടും. അങ്ങനെ ഇപ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞു പോയി. സഹോദരിയെ കാണാത്തത് കൊണ്ട് അവൻ വീണ്ടും ജോലി സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പൊ 3ാമത്തെ ദിവസമായി. അവനാണെങ്കിൽ വിഷമിച്ചിട്ട് ആ ഒരു വാഷിംഗ് ഹൗസിൽ ഇരിക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് വെളിയിലെ സിയോൺ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പെണ്ണുണ്ടല്ലോ, അവൾ അവിടേക്ക് വന്നിട്ട് അവനെ നോക്കി ഇങ്ങനെ നിൽക്കുന്നു. അതുമല്ല അവൾ അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന അതേ സമയത്ത് കുറെ കുട്ടികൾ ഇങ്ങനെ ഓടിപ്പോകുന്നതും നമ്മുടെ ഹീറോ പെട്ടെന്ന് അവളോട് ചോദിക്കും, ഏയ് ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അവള് പേടിച്ചിട്ട് അകത്തേക്ക് നോക്കുമ്പോൾ ഇതിനകത്തുള്ള മെഷീനെല്ലാം പെട്ടെന്ന് ഓഫ് ആവുകയാണ്.
അതുമല്ല ഈ തുണിയെല്ലാം കഴുകുന്ന ആ ഒരു വലിയ ടാങ്ക് ഉണ്ട്, അതിനകത്ത് നിന്നും കുമിളകളെല്ലാം ഇങ്ങനെ വരുന്നു. അങ്ങനെ അതും കൂടി കാണുന്നതും അവള് നല്ല രീതിയിൽ പേടിച്ചിട്ട് അതിലേക്ക് തന്നെ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയ്ക്കും എന്തോ ഒരു കാര്യം മനസ്സിലായി. അവൻ പതിയെ അവൻ കരഞ്ഞുകൊണ്ട് ആ ടാങ്കിനടുത്തേക്ക് വന്ന് അതിലേക്ക് ഇറങ്ങി അങ്ങനെ പൊക്കിയെടുക്കുമ്പോഴത്തേക്കും അവന്റെ സഹോദരി അതിനകത്ത് മരിച്ചു കിടക്കാണ് ചെയ്യുന്നത്. അങ്ങനെ അവളെ കെട്ടിപ്പിടിച്ചിരുന്ന ഒരു കരച്ചിലുണ്ട്, സത്യം പറഞ്ഞത് സഹിക്കാൻ കഴിയത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും യൂജിന്റെ മരണാനന്തര ചടങ്ങുകളെല്ലാം നടക്കാണ്. അതുപോലെ അവിടെ ആണെങ്കിൽ അവരുടെ നാട്ടുകാരും എല്ലാവരും ഉണ്ട്. അപ്പൊ അവരെല്ലാം ചോദിക്കുന്നുണ്ട്, അല്ല ജോൺവോ എവിടെ, അവൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ വിഷമം കാരണം കുറച്ച് ദൂരെയായിട്ട് ഇങ്ങനെ മാറിയിരിക്കുകയാണ്. അതുപോലെ ഇപ്പൊ നടത്തുന്ന ഈ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ യൂജിയുടെ ആത്മാവിനെ നല്ലപോലെ പറഞ്ഞയക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിപ്പോ ശ്രമിക്കുന്നത്. അവളുടെ മുടിയും നഖവും അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ട സാധനങ്ങളെല്ലാം ഒരു അലൂമിനിയം പാട്ടയിലാക്കിയിട്ട് അതൊരു തുണിയിൽ വെച്ച് കെട്ടി ഇതിൽ ഈ ചടങ്ങുകളെല്ലാം ചെയ്യുന്ന ഒരു സ്ത്രീയുണ്ട്. അവരങ്ങനെ നടന്നു വന്നിട്ട് ഉയരമുള്ളൊരു സാധനമുണ്ട്, അതിന് മുകളിലേക്ക് കയറി നിന്ന് ആ തുണിയുടെ അറ്റത്ത് കെട്ടിയിരിക്കുന്ന ഒരു പാട്ടുണ്ടല്ലോ അത് കടലിലേക്ക് നോക്കി അങ്ങനെ വലിച്ചെറിയും. അങ്ങനെ ഇവരെ അതേപോലെ ചെയ്യാനായിട്ട് ഇങ്ങനെ വരുന്നതും മറ്റൊരിടത്ത് കാണിക്കുമ്പോൾ ഈ ഒരു സ്ഥലത്തേക്ക് ആരോ ഒരാളിങ്ങനെ നടന്നു വരുന്നത് പോലെ കാണിക്കുന്നുണ്ട്. പക്ഷെ അത് ആരാണെന്ന് വ്യക്തമായിട്ട് നമുക്കിപ്പോൾ അറിയത്തില്ല. അതുമല്ല അവിടേക്ക് സിയൂൺ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പെണ്ണുണ്ട്. അങ്ങനെ അവരെല്ലാവരും വന്ന് നിൽക്കുന്ന സമയത്താണ് ഈ ഒരു സ്ത്രീ എന്താ ചെയ്യുന്നത് വെച്ചാല് ആ ഒരു പാട്ടയും എടുത്ത് നേരെ ഇതിന് മുകളിലേക്ക് ഓടിക്കയറി അവിടെ നിന്നുകൊണ്ട് അത് ദൂരെ ആ ഒരു കടലിലേക്ക് ഇങ്ങനെ വലിച്ചെറിയും. അങ്ങനെ അതും വലിച്ചെറിഞ്ഞിട്ട് അവരങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിന് പെട്ടെന്ന് അവർക്ക് എന്തോ പോലെ തോന്നുന്നു. അതുമല്ല അവരുടെ അടുത്ത് നിൽക്കുന്ന ആ ഒരു സ്ത്രീ ആണെങ്കിൽ താഴേക്ക് നിൽക്കുമ്പോൾ അവരുടെ കാലെല്ലാം നല്ല രീതിയിൽ മുറിയുകയും ചെയ്യുന്നു. അപ്പോഴേക്കാണ് സിയൂൺ അവിടെ വന്ന് നോക്കുമ്പോൾ അവളൊരു കാഴ്ച കാണുന്നത്. ഈ എന്താണെന്ന് വെച്ചാല് ആ ഒരു സ്ത്രീയുടെ മുകളിൽ ഒരു ചെറിയ പെൺകുട്ടി അങ്ങനെ വന്ന് നിൽക്കുന്നതാണ് അവൾ കാണുന്നത്. ആഹാ, ഇതെന്താണെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. പക്ഷെ സിയൂണിന് മാത്രമേ ഈ ഒരു കാര്യം കാണാനും കഴിയുന്നുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ സിയൂൺ അവിടേക്ക് വന്നിട്ട് ആ ഒരു ചെറിയ പെൺകുട്ടിയോട് പറയുന്നുണ്ട്, പ്ലീസ് നിർത്ത് മതി എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ഈ സ്ത്രീയുടെ കയ്യിലിരിക്കുന്ന ആ ഒരു തുണിയുണ്ടല്ലോ അതങ്ങ് അവരുടെ കയ്യിൽ നിന്ന് ദൂരേക്ക് ഇങ്ങനെ പോകുന്നു. അപ്പൊ അതെന്താണെന്ന് അറിയാൻ വേണ്ടി എല്ലാവരും ഓടി വന്നിട്ട് ആ ഒരു തുണി എടുത്ത് നോക്കുമ്പോൾ അതിനകത്തുള്ള ആ ഒരു പാട്ടുണ്ടല്ലോ അതിപ്പോ അവിടെ കാണാനില്ല. അങ്ങനെ നമ്മുടെ ഹീറോ ആയാലും എന്താണെന്ന് അറിയാൻ കഴിയാതെ എഴുന്നേറ്റ് വന്നിട്ട് ആ ഒരു പാട്ട് എങ്ങോട്ടാണ് പോയെന്ന് അറിയാൻ വേണ്ടി നോക്കുമ്പോൾ അത് ഒഴുകി ഇപ്പോൾ മറ്റൊരിടത്തേക്ക് വന്ന് നിൽക്കുന്നു. ആ ഒരു വശത്തേക്ക് നോക്കുമ്പോഴത്തേക്കാണ് ആ പാട്ട് വന്ന് കിടക്കുന്ന ആ ഒരു സ്ഥലത്ത് ഒരാള് തലയിൽ തൊപ്പിയെല്ലാം വെച്ചിട്ട് അയാളുടെ മുഖം നല്ല രീതിയിൽ അറിയാൻ കഴിയുന്നില്ല. അയാൾ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. അതുമല്ല നമ്മുടെ ഹീറോയെ കാണുന്നതും ഇയാളെ കുറച്ചു നേരം അങ്ങനെ നോക്കി നിന്നിട്ട് പെട്ടെന്ന് അയാളുടെ തല ഇങ്ങനെ വെട്ടിച്ച് അവിടെ നിന്ന് ഒരു ഒറ്റ ഓട്ടം. ഇത് കാണുന്നത് നമ്മുടെ ഹീറോയ്ക്ക് എന്തോ സംശയം വന്നിട്ട് അവന്റെ പുറകെ ഇങ്ങനെ ഓടാണ്. പക്ഷെ അയാളാണെങ്കിൽ പിടിക്കാൻ കഴിയുന്നില്ല. അയാൾ നല്ല സ്പീഡിൽ ഓടുന്നുണ്ട്. ഈ പാറകൾക്കിടയിലൂടെ എല്ലാം ഇങ്ങനെ ഓടുമ്പോഴത്തേക്കും ഹീറോ ആണെങ്കിലും പുറകെ പോകുന്നു. അങ്ങനെ അയാൾ ഓടി ഒരു മാർക്കറ്റിനടുത്തേക്ക് ചെല്ലുന്നതും ഹീറോ അവിടേക്ക് വന്ന് നോക്കുമ്പോൾ അയാൾ എവിടെയും കാണാനില്ല. ഹീറോ അങ്ങനെ നോക്കി നോക്കി നടക്കാണ്. നോക്കുമ്പോഴത്തേക്ക് അയാൾ മറ്റൊരിടത്തൂടെ ഓടി ഇങ്ങനെ പോകുന്നത് അവന്റെ പുറകെ ഓടുമ്പോൾ കുറച്ച് ഉയരമുള്ളൊരു ഭാഗമുണ്ട്. അതിനടുത്തേക്ക് ചെല്ലുന്നതും അയാൾ പെട്ടെന്ന് അതിൽ പിടിച്ച് ചാടിക്കയറി മുകളിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ഹീറോ അടുത്തേക്ക് ചെല്ലുന്നതും അയാളെ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അതിന് മുന്നേ തന്നെ അയാൾ ഓടി രക്ഷപ്പെട്ടിരുന്നു. അങ്ങനെ നമ്മുടെ ഹീറോ മുകളിലേക്ക് കയറി നോക്കുമ്പോഴത്തേക്കാണ് താഴെ അയാളുടെ ഷൂവിൽ എന്തോ കരി പറ്റിയിട്ടുണ്ടായിരുന്നു. അതിന്റെ പാടാണെങ്കിൽ ചുമരിലുണ്ട്. അതേപോലെ തന്നെ ആ ഒരു ഷൂവിന്റെ അടയാളമാണെങ്കിലും താഴെയുണ്ട്. അങ്ങനെ അത് കാണുന്നതും ഹീറോ ആ ഒരു ഷൂവിന്റെ അടിഭാഗം വെച്ചിട്ട് ഇതേത് ഷോപ്പിൽ നിന്നാണ് വാങ്ങിയെന്ന് അറിയാൻ വേണ്ടി ഒരു ഷോപ്പിലേക്ക് ചെന്നിട്ട് അവിടെയുള്ള ഷൂ എല്ലാം എടുത്ത് ഇങ്ങനെ നോക്കാണ്. ഇപ്പൊ ഹീറോ ഇത്ര അർജന്റായിട്ട് ആ ഒരു കാര്യം അന്വേഷിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അയാളെ ഹീറോയെ കണ്ട് പേടിച്ചോടണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഈ ഒരു കൊലപാതകമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഹീറോ അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ അയാൾ ധരിച്ചിരുന്ന അതേപോലെയുള്ള ഷൂ എടുത്ത് ഹീറോ പെടുന്ന ആ ഒരു ഷോപ്പ് ഉടമയോട് ചോദിക്കും, അല്ല ഇത് നിങ്ങൾക്ക് ഒരുപാട് വിറ്റ് പോകുന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ, ഇതിനെ സൂപ്പർ കോമറ്റ് എന്നാണ് വിളിക്കുന്നത്. അതെല്ലാം ഒരുപാട് വിറ്റ് പോയിട്ടുണ്ടല്ലോ, ദേ എന്റെ കാലിലുണ്ട്, ഇവിടെയുള്ള ഒരുപാട് പേരുടെ കാലിലുണ്ടെന്ന് പറയുന്നതും അവിടെയുള്ള മിക്ക കടക്കാരുടെയും കാലിൽ ആ ഒരു ഷൂ ഉണ്ട്. അതുകൊണ്ട് ഷൂ വെച്ചിട്ട് എന്തായാലും അയാളെ കണ്ടുപിടിക്കാൻ കഴിയത്തില്ല എന്ന് ഹീറോയ്ക്ക് ഇപ്പം മനസ്സിലായി. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് സിയോൺ എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണിങ്ങനെ നടന്നു പോകുന്നത് കാണുന്നത്. അപ്പോൾ ഹീറോ പെട്ടെന്ന് ഓടി ചെന്നിട്ട് അവളെ ഇങ്ങനെ പിടിച്ചു നിർത്തിയിട്ടാണ് അവളോട് ചോദിക്കുന്നത്, ഹേയ് നീ എങ്ങനെ എന്റെ സഹോദരി മരിച്ചു കിടന്ന ആ ഒരു സ്ഥലത്തേക്ക് വന്നു? അവൾ അവിടെയാണ് ഉണ്ടെന്ന് നിനക്ക് എങ്ങനെ അറിയാം? അങ്ങനെയാണെങ്കിൽ നീ അവളെ കണ്ടിട്ടുണ്ടല്ലേ? അപ്പോൾ നാട്ടുകാരെല്ലാം പറയുന്നത് സത്യമാണ്, നീ ശപിക്കപ്പെട്ടൊരു മന്ത്രവാദിനിയാണ്. അവൾക്ക് എന്താ സംഭവിച്ചത്? അവളെ നീ കണ്ടു എന്നെല്ലാം ചോദിക്കുമ്പോൾ ഇവള് പേടിച്ചിട്ട് അത് കണ്ടു എന്നിങ്ങനെ പറയും. അപ്പോഴാണ് അവൾ പറയുന്നത്, ഞാൻ കണ്ട കാര്യങ്ങളെ ഫോളോ ചെയ്തിട്ടാണ് ഞാൻ അവിടേക്ക് വന്നത്. പക്ഷെ ഞാൻ കാണുന്ന കാര്യങ്ങളെ ഞാൻ എപ്പോഴും വെറുക്കുന്നുണ്ട്. ഇപ്പൊ അത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, കാരണം അവള് മരിച്ചു കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നതും ഹീറോയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല. അവൻ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ആ ഒരു പോലീസുകാരൻ അവിടേക്ക് വന്നിട്ട്, ഹേയ് ജോൺവോ, കൊലയാളി നമ്മൾ കണ്ടുപിടിച്ചു, അവനെ കാണാൻ വരുന്നില്ലേ, വാ എന്ന് പറഞ്ഞിട്ട് ഹീറോയെ വിളിച്ച് നേരെ സ്റ്റേഷനിലേക്ക് പോവാണ്. സ്റ്റേഷനിലേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് അത് ആരാണെന്ന് വെച്ചാൽ ഇവരുടെ ആ ഒരു ബന്ധുവായിട്ടുള്ള ആ ഒരുത്തനുണ്ടല്ലോ, അവനെയാണ് ഇവർ പിടിച്ചു വെച്ചിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ യുജി ഇവനെ ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ടെന്നും അതേപോലെ തന്നെ ഇവന്റെ റൂം പരിശോധിക്കുമ്പോൾ അതിനകത്ത് യുജിയുടെ അടിവസ്ത്രവും ബ്രാ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോ പറയുന്നത്, സത്യം പറഞ്ഞാൽ ഇത് അവനല്ല, കാരണം ആ ഒരു കാര്യം അവൻ കുട്ടിക്കാലം മുതലേ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് ഇവനല്ല ഒരിക്കലും കൊലയാളി, അത് വേറെ ആരാണെന്ന് പറയുമ്പോൾ ആ പോലീസുകാരൻ പറയും, ഏയ് ഇത് ഇവൻ തന്നെ ആവാനാണ് സാധ്യത, അവളെ റേപ്പ് ചെയ്ത് കൊന്നതായിരിക്കാം എന്ന് പറയുമ്പോഴത്തേക്കാണ് അടുത്തിരിക്കുന്ന ഒരു പോലീസുകാരൻ പറയുന്നത്, ഒരിക്കലുമില്ല, യുജിയുടെ മരണത്തില് റേപ്പ് ചെയ്യപ്പെട്ടതായിട്ട് ഒരിക്കലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, അവളെ അല്ലാതെയാണ് കൊന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു പോലീസുകാരൻ എന്താണ് വിചാരിക്കുന്നത് വെച്ചാൽ ഇവനെ വെച്ചിട്ട് ഈ ഒരു കേസ് അവസാനിപ്പിക്കാനാണ്. പക്ഷേ നമ്മുടെ ഹീറോ ആണെങ്കിലും പറയും, ഇവനെ ഞങ്ങൾക്ക് കുട്ടിക്കാലം മുതലേ അറിയാം, ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഒരുത്തനാണെന്ന് പറയുമ്പോൾ
അയാൾ എന്തൊക്കെയോ ഉടായ്പകൾ പറയുന്നതും ഈ പോലീസുകാരനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലാന്ന് മനസ്സിലാക്കി നമ്മുടെ ഹീറോ അവിടെ നിന്ന് നേരെ വെളിയിലേക്ക് ഇങ്ങനെ പോവാണ്. അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഹീറോ അവന്റെ വണ്ടിയിൽ കിടന്നിട്ടാണ് ഉറങ്ങുന്നത്. അങ്ങനെ ഉറങ്ങുന്ന സമയത്ത് ആ ഒരു സഹോദരിയുടെ ഫോട്ടോയും മറ്റു കാര്യങ്ങളെല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ട് കിടക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അവന്റെ സഹോദരിയുടെ ഫോണിൽ നിന്ന് അവനൊരു കോള് വരുന്നു. എന്താണെന്ന് വെച്ചാല് അവളെ കൊന്ന സമയത്ത് അവളുടെ ഫോൺ ആരോ എടുത്തോണ്ട് പോയി. അതിൽ നിന്നാണ് കോള് വരുന്നത്. അപ്പൊ അവനടുത്ത് സംസാരിക്കുമ്പോഴത്തേക്കും മറുവശത്ത് നിന്ന് ആരും അങ്ങനെ സംസാരിക്കുന്നില്ല. അപ്പൊ അവൻ ചോദിക്കുന്നുണ്ട്, എന്റെ സഹോദരിയുടെ ഫോൺ നിന്റെ കയ്യിൽ എങ്ങനെ കിട്ടിയത് എന്നെല്ലാം ചോദിക്കുമ്പോൾ അവനൊന്നും മിണ്ടാത്തത് കൊണ്ട് അടുത്തതായിട്ട് നമ്മുടെ ഹീറോ നേരെ ഈ GPS ട്രാക്കിംഗ് ചെയ്തിട്ട് ഫോൺ കണ്ടുപിടിക്കാൻ വേണ്ടി അവൻ്റെ ഒരു സ്ഥാപനത്തിലേക്ക് ഇങ്ങനെ ചെല്ലുന്നതും അവിടെ ചെന്നിട്ട് ആ ഒരു സ്ത്രീയോട് സംസാരിക്കുമ്പോഴത്തേക്കാണ് അവർ പറയുന്നത്, സോറി, ഒന്നുകിലേ പോലീസിന്റെ അനുവാദം വേണം, ഇല്ലാന്നുണ്ടെങ്കിൽ കളഞ്ഞുപോയ ഫോണിന്റെ ഉടമ ഇവിടേക്ക് വന്ന് പറഞ്ഞാലേ ഞങ്ങളത് ചെയ്തു കൊടുക്കുള്ളൂ എന്ന് പറയുമ്പോൾ അവൻ പറയും, പോലീസിലേക്ക് പോകാനായിട്ടൊന്നും സമയമില്ല, നിങ്ങൾക്ക് ഇപ്പൊ ഫോണിന്റെ ഉടമ വേണമല്ലേ, ആ ഉടമ മരിച്ചുപോയി, ഇപ്പൊ നിങ്ങൾക്ക് സമാധാനമായോ എന്ന് പറയുന്നതും അവരതൊന്നും വലിയ കാര്യമാക്കാതെ അവർ പെട്ടെന്ന് പേടിച്ചിട്ട് ആവശ്യമില്ലാതെ സമയം കളയാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞ് ഹീറോയെ അവിടെ നിന്ന് പറഞ്ഞുവിടും. അങ്ങനെ ഹീറോ എന്ത് ചെയ്യണമെന്നറിയാതെ വെളിയിലേക്ക് ഇറങ്ങി നിൽക്കുമ്പോഴത്തേക്കാണ് സിയോൺ എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണൊരു ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ നിൽക്കുന്നു. അതുമല്ല അവളുടെ ചുറ്റും കുറെ കോളേജ് സ്റ്റുഡൻസ് വന്നിട്ട് അവളെ ഇങ്ങനെ കളിയാക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഒരു ബസ് വന്നിട്ട് ഇവരെല്ലാവരും ആ ഒരു ബസ്സിൽ കയറി പോകുന്നതും നമ്മുടെ ഹീറോ പെട്ടെന്ന് ആ ബസ്സിന് പുറകെ ഓടി ബസ്സിനകത്തേക്ക് കയറി നോക്കുമ്പോഴത്തേക്കാണ് സിയോണിനെ അവരെല്ലാവരും ചുറ്റും കൂടി ഇരുന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞിങ്ങനെ കളിയാക്കാണ്. അപ്പോഴേക്കും ഹീറോ അവിടേക്ക് ചെന്നിട്ട്, ഏയ് നിങ്ങൾക്ക് ഇപ്പൊ എന്തോണം, ഒരു പാവം സ്ത്രീയെ നിങ്ങൾക്ക് വെറുതെ വിടാൻ കഴിയത്തില്ല എന്നെല്ലാം പറഞ്ഞ് അവരെ നല്ല രീതിയിൽ ഭീഷണിപ്പെടുത്തിയിട്ട് സിയോണിനെ വിളിച്ച് നേരെ വെളിയിലേക്ക് ഇറങ്ങി അവളോട് പറയും, സിയോൺ നീ എനിക്കിപ്പോ ഒരു സഹായം ചെയ്യണം എന്നും പറഞ്ഞിട്ട് നമ്മുടെ സിയോണിനെ കൂട്ടി നേരെ ആ ഒരു സ്ഥാപനത്തിലേക്ക് ചെന്നിട്ട് അവന്റെ സഹോദരിയുടെ ID കാർഡ് എടുത്ത് കാണിച്ച് സിയോൺ തന്നെ തന്റെ സഹോദരി എന്നുള്ള രീതിയിൽ അവനിങ്ങനെ കൊണ്ട് നിർത്തും. എന്താണെന്ന് വെച്ചാൽ സിയോണും അവന്റെ സഹോദരിയും തമ്മിൽ ചെറിയൊരു മുഖ സാദൃശ്യമുണ്ട്. അതുകൊണ്ട് ഇവർക്ക് പെട്ടെന്ന് മനസ്സിലാവത്തില്ല. അതുമല്ല അവളുടെ മുടിയൊക്കെ ആണെങ്കിൽ വല്ലാതിരിക്കുന്നത് കൊണ്ട് ആ ഒരു ലേഡി പെട്ടെന്ന് ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നിട്ടാണോ മരിച്ചെന്നെല്ലാം കള്ളം പറഞ്ഞത് എന്നും പറഞ്ഞ് ആ ഒരു മൊബൈൽ ലൊക്കേഷൻ ഇവർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ അത് വെച്ചിട്ട് നമ്മുടെ സിയോണിനെ വിളിച്ച് ഹീറോ രാത്രി ആ ഒരു പട്ടണത്തിലെ പല ഭാഗങ്ങളിൽ ഇങ്ങനെ ചുറ്റി നടക്കുമ്പോഴത്തേക്കാണ് അവസാനം ആ ഒരു മൊബൈൽ ലൊക്കേഷൻ അത് എവിടെയാണ് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയുടെ വീടിന്റെ അടുത്തായിട്ട് തന്നെയാണ്. അങ്ങനെ ഇവര് നടന്ന് ഇങ്ങനെ പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് ആരും നടന്നു വരുന്നത് പോലെ ഒരു ശബ്ദം കേട്ടിട്ട് രണ്ടുപേരും അടുത്തുള്ള ഒരു റൂമിനകത്തേക്ക് കയറിയിട്ട് ഒളിച്ചെങ്ങനെ നിൽക്കാണ്. അങ്ങനെ ഈ ഒരു റൂമിനകത്തേക്ക് നടന്നു വരുന്നത് ആരാണെന്ന് കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയോടൊപ്പം ജോലി ചെയ്യുന്ന ഒരുത്തനുണ്ടല്ലോ, അവനായിരുന്നു. അവൻ അതിനകത്തേക്ക് വന്നിരിക്കുന്നതും അവനോടൊപ്പം തന്നെ മറ്റൊരു ലേഡി ഇങ്ങനെ വരുന്നു. എന്നിട്ട് അവർ രണ്ടുപേരും കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് ഇരിക്കുകയും ചെയ്യുന്നു. അതേസമയം ഇവനാണോ കൊലയാളി എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഹീറോ അവന്റെ ഫോൺ എടുത്തിട്ട് അവന്റെ സഹോദരിയുടെ നമ്പറിലേക്ക് അങ്ങനെ വിളിക്കുന്നതും ഫോൺ റിംഗ് ആവുന്നുണ്ട്. പക്ഷേ ഇത് അവന്റെ അടുത്ത് നിന്നല്ല, അവന്റെ പുറകിൽ നിന്നാണ് ആ ഒരു ശബ്ദം കേൾക്കുന്നത്. ആ ഒരു കൊലയാളി അവന്റെ പുറകിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ തവണയും നമ്മുടെ ഹീറോ അവനെ പിടിക്കാനായിട്ട് അവന്റെ പുറകെ ഇങ്ങനെ ഓടാണ്. അവനാണെങ്കിൽ ഹീറോയെ കണ്ട ഉടനെ ഓടുന്നു. പക്ഷെ അവന്റെ മുഖം വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നില്ല. ഹീറോ ആണെങ്കിൽ വെറുതെ വിടോ, ഇത്തവണെങ്കിലും അവനെ പിടിക്കാന്ന് പറഞ്ഞിട്ട് അവന്റെ പുറകെ തന്നെ ഓടുന്നുണ്ട്. ഒരുപാട് ദൂരം ഓടി അവസാനം അങ്ങനെ ഒരവസരത്തിൽ അവനൊരു വീടിന്റെ മുകളിലേക്ക് ചാടി കയറുമ്പോഴത്തേക്കും ഹീറോ പുറകിൽ ചെന്നിട്ട് അവന്റെ കാലിലൊക്കെ പിടിച്ച് വലിക്കുന്നുണ്ട്. പക്ഷെ ജസ്റ്റ് മിസ് അവൻ രക്ഷപ്പെട്ട് അവിടെ നിന്ന് പോകുന്നതും നമ്മുടെ ഹീറോയെ കൊണ്ട് അവൻ ഇത്തവണ പിടിക്കാനായിട്ട് കഴിയത്തില്ല. അങ്ങനെ അവിടെ നിന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ അവൻ ഓടിപ്പോകുന്ന ആ ഒരു വഴി കണ്ടുപിടിച്ചു. എന്നിട്ട് അവന്റെ പുറകിൽ ഓടിപ്പോകുന്നതും പെട്ടെന്ന് ഇടയിൽ വന്നിട്ട് ഒരുത്തനെ ഇടിച്ചെങ്കിടുന്നതും ഇവരുടെ കുടുംബത്തിലുള്ള ഒരുത്തനുണ്ടല്ലോ, ബന്ധുവായിട്ടുള്ള അവനായിരുന്നു അത്. അപ്പൊ അവനോട് ചോദിക്കും, ഹേയ് അല്ല നീ എപ്പോഴാ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയത് ചോദിക്കുമ്പോൾ, ഇല്ല അവരെന്നെ തെളിവുകൾ ശരിയല്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് എന്നെ വിട്ടയച്ചു എന്ന് പറയുന്നതും ഹീറോ ചോദിക്കും, അല്ല ഇപ്പൊ ഒരുത്തൻ അങ്ങോട്ട് ഓടിപ്പോയിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഒരുത്തൻ ഇപ്പോ ആ വഴിക്ക് ഓടിപ്പോയിട്ടുണ്ട് എന്നിങ്ങനെ പറയുന്നതും ഹീറോ അവിടെ നിന്ന് ഓടി നേരെ ആ ഒരു പട്ടണത്തിന്റെ നടുവിലായിട്ട് എത്തി. എന്നിട്ട് അവിടെ നോക്കുമ്പോഴത്തേക്കും ചുറ്റിനും ചില കടകൾ ഓപ്പൺ ആയിട്ടുണ്ട്. ചിലയിടങ്ങളിൽ ആ ഒരു ബാർ ഓപ്പൺ ആയി കിടപ്പുണ്ട്. അതേപോലെ തന്നെ വേറൊരാള് ഒരു സ്കൂട്ടറിൽ വന്നിറങ്ങുന്നു. ഇപ്പൊ ആരാണിത് ചെയ്തതെന്ന് അവന് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. ഹീറോ അങ്ങനെ നിൽക്കുന്ന സമയത്ത് പുറകില് ആ ഒരു മെഡിക്കൽ ഷോപ്പ് ഉണ്ടല്ലോ, അതിന്റെ ലൈറ്റ് അങ്ങനെ ഓൺ ആവുകയാണ്. അങ്ങനെ ഹീറോ പതിയെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കുന്നത് ആ ഒരു ഷോപ്പ് ഇപ്പൊ തുറന്നിട്ടുണ്ട്. അങ്ങനെ ഹീറോ പതിയെ അതിനകത്തേക്ക് കയറി ചെല്ലുന്നതും ആ ഷോപ്പിലെ ഓണർ സുഖം എന്ന് പറഞ്ഞ അയാൾ പെട്ടെന്ന് റൂമിൽ നിന്ന് ഇറങ്ങി വന്നിട്ട്, ഏയ് നിനക്ക് എന്തോ വേണം എന്നല്ല ഇങ്ങനെ ചോദിക്കുന്നത്. എന്താണെന്ന് വെച്ചാല് അയാൾ സംസാരിക്കുമ്പോഴത്തേക്കും ഈ ഓടിയിട്ട് കിതയ്ക്കുമല്ലോ ആ ഒരു ക്ഷീണം ഉള്ളതുപോലെ അതേപോലെയാണ് സംസാരിക്കുന്നത്. ശ്വാസം ഒന്നും പെട്ടെന്ന് എടുക്കാൻ പറ്റാത്ത രീതിയിൽ. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ ഹീറോയ്ക്ക് ചെറിയൊരു സംശയമുണ്ട്. കാരണം ഇപ്പൊ ഇവൻ നല്ല രീതിയിൽ ഓടിയില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കിതക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അവൻ വന്നിട്ട് നമ്മുടെ ഹീറോയോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിന്റെ സഹോദരി ഇല്ലാത്തത് വളരെ വിഷമമുള്ള ഒരു കാര്യം തന്നെയാണ്, എനിക്ക് നല്ല വിഷമമുണ്ട്, എന്തായാലും ആ ഒരു കില്ലറിനെ കണ്ടുപിടിച്ച് അവന് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് പെട്ടെന്ന് നിനക്ക് എന്തെങ്കിലും വേണോ എന്ന് പറഞ്ഞ് അവിടെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് കൊടുക്കുകയെല്ലാം ചെയ്യുന്നു. അവന്റെ വെപ്രാളം കാണുമ്പോൾ തന്നെ ഇവൻ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഹീറോയ്ക്ക് മനസ്സിലായി. അതേസമയമാണ് അതിനകത്തേക്ക് മറ്റൊരു സ്ത്രീ ഇങ്ങനെ കയറി വരുന്നത്. ഈ ഒരു സ്ത്രീയാണ് നേരത്തെ ഹീറോയോടൊപ്പം ജോലി ചെയ്തിരുന്ന ആ ഒരുത്തനായിട്ട് കുറച്ച് റൊമാൻറ്റിക് ആയിട്ടിരുന്നല്ലോ, അവരിപ്പോ ഈ ഒരു മെഡിക്കൽ ഷോപ്പിലേക്ക് കയറി വന്നിട്ട് അയാളോട് എന്തോ ഒരു മരുന്ന് ചോദിക്കും. അതുമല്ല അവരാണെങ്കിലും സെക്സ് വർക്കെല്ലാം ചെയ്യുന്ന ഒരു സ്ത്രീയാണ്.
ആ ഒരു രീതിയിൽ സൂഹിയോട് കുറെ നേരം ഇങ്ങനെ സംസാരിച്ചിട്ട് അവർ വേറെ എന്തൊക്കെയോ കോപ്രായങ്ങളൊക്കെ കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇതെല്ലാം നോക്കി നിൽക്കാണ്. അതേസമയം സൂഹിയെ കാണിക്കുമ്പോഴത്തേക്കാണ് അവൻ വല്ലാത്ത രീതിയിൽ തല ഇങ്ങനെ വെട്ടിക്കുന്നത്. ഈ ഒരു കാര്യം കാണുന്നതും നമ്മുടെ ഹീറോ പെട്ടെന്ന് ആലോചിക്കും, അന്ന് അവന്റെ സഹോദരിയുടെ ആ ഒരു മരണാനന്തര ചടങ്ങ് നടക്കുന്ന സമയത്ത് അവിടെ വെച്ചിട്ട് അവൻ ഒരാളെ കണ്ടല്ലോ. ആ ഒരുത്തനാണെങ്കിൽ ആ ഒരു സമയത്ത് ഇതേപോലെ തല വെട്ടിച്ചിരുന്നു. ഇത് കാണുന്നതും ആഹാ എടാ കള്ള വടുവ നീയായിരുന്നു അത്. അങ്ങനെ ആ ഒരു മെഡിക്കൽ ഷോപ്പുകാരനോട് നമ്മുടെ ഹീറോയ്ക്ക് സംശയമായി. അങ്ങനെ ഹീറോ എന്താ ചെയ്യുന്നത് വെച്ചാൽ പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് പോകുന്നതും ആ ഒരു സ്ത്രീ ആണെങ്കിൽ അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി പോകുമ്പോൾ അയാള് ഷോപ്പിന് വെളിയിലേക്ക് ഇറങ്ങി വന്ന് നോക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോ ഇവിടെ മറ്റൊരിടത്ത് ഒളിച്ചിങ്ങനെ നിൽക്കാണ്. അതേസമയം തന്നെ സിയോണിനെ കാണിക്കുന്നുണ്ട്. അവളും പേടിച്ച് ഒരിടത്ത് നിൽക്കുന്ന സമയത്ത് കുറച്ച് ദൂരെയായിട്ട് ഒരു ചെറിയ പെൺകുട്ടി അവളെ തന്നെ നോക്കി നിൽക്കുന്നു. അവൾക്കാണെങ്കിൽ നല്ല ഇതിൽ പേടിയാവുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ സിയോണിന്റെ അടുത്തേക്ക് ഈ ചോക്ലേറ്റ് മുട്ടായി പോലെ എന്തോ ഇങ്ങനെ വന്ന് വീഴുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോ ഈ ഒരു ഷോപ്പിന് വെളിയിൽ തന്നെ അവന്റെ കാറിൽ കുറെ നേരം വെയിറ്റ് ചെയ്തിട്ട് അയാൾ അവിടെ നിന്ന് പോകുന്നതും ഹീറോ പതിയെ അതിനകത്തേക്ക് കയറും. അതിനകത്തേക്ക് കയറി എല്ലായിടെ ഇങ്ങനെ പരിശോധിക്കണം. ആ ഒരു ഫോൺ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ എല്ലാം പരിശോധിക്കുന്ന സമയത്ത് ഷോപ്പിനകത്തേക്ക് ആരോ വരുന്നത് പോലെ ലൈറ്റ് ഓൺ ആവുന്നതും അവനോടടുത്ത് ഒളിച്ചു നിൽക്കുമ്പോൾ അത് സൂഹിയായിരുന്നു. അവൻ പതിയെ അതിനകത്തേക്ക് കയറി. അവന് എന്തോ സംശയമുണ്ട് നമ്മുടെ ഹീറോ ഇതിനകത്തേക്ക് വന്നോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അവൻ അതിനകത്തെല്ലാം നടക്കുന്ന സമയത്ത് ഹീറോ ബാത്റൂമിലേക്ക് പോയി ഒളിച്ചിങ്ങനെ നിൽക്കും. എന്നിട്ട് ആ ബാത്റൂമിന്റെ ഡോർ തുറന്ന് മറ്റൊരു വഴിയെ പുറത്തേക്ക് വരുമ്പോഴത്തേക്കാണ് അന്ന് നമ്മുടെ ഹീറോ അവന്റെ കാലിലൊരു ഷൂ കണ്ടിരുന്നല്ലോ. ആ 2 ഷൂ അവിടെ ഇരിക്കുന്നത് കാണുന്നത്. അപ്പൊ തന്നെ കൺഫേം ചെയ്ത് ഇവൻ തന്നെയാണ് എന്തായാലും ആ ഒരു കൊലയാളിയെന്ന്. അതേസമയം ഷോപ്പിനകത്തെ ഒരു മുറിയിൽ എന്തോ ഒരു ശബ്ദം കേട്ടിട്ട് നമ്മുടെ ഹീറോ പെട്ടെന്ന് വെളിയിലേക്ക് വന്ന് ആ റൂമിനകത്തേക്ക് നോക്കുമ്പോൾ അവിടെ TV ഓൺ ചെയ്തിട്ടേക്കുന്നു. എന്നിട്ട് അയാളെ ആണെങ്കിൽ കാണാനുമില്ല. അതേസമയം ഇവിടെ നമ്മുടെ സിയോണിനെ കാണിക്കുമ്പോൾ അവളിപ്പോ ആ ഒരു മുട്ടായി പോലത്തെ സാധനങ്ങളുണ്ടല്ലോ അത് ഒരുപാട് ഇങ്ങനെ വീഴുന്നതും അതെല്ലാം എടുത്ത് ഇങ്ങനെ കഴിച്ചിട്ട് ഒരു ചെറിയ പെൺകുട്ടിയെ പോലെ ഈ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് ചാടി ചാടി ഇങ്ങനെ പോവാണ്. അങ്ങനെ ചാടി ചാടി താഴേക്ക് ഇറങ്ങുമ്പോഴത്തേക്കാണ് നേരത്തെ കണ്ട ആ ഒരു സ്ത്രീയെ വന്നിട്ട് ഒരു ഒറ്റയിടി. അപ്പോഴേക്കും നമ്മുടെ സിയോൺ ആണെങ്കിൽ താഴെ വന്ന് വീഴുന്നതും ഇവൾ എന്തോ ഒരു കാര്യം ഇങ്ങനെ കാണാൻ തുടങ്ങാണ്. ഒരു വലിയ പഴയ വീട്, അതേപോലെ തന്നെ 612 എന്ന് പറഞ്ഞിട്ട് ഒരു ഗേറ്റിന് മുന്നിൽ എഴുതി വെച്ചേക്കുന്നു. അത് കഴിഞ്ഞൊരു നോട്ട് താഴെ വീണ് കിടക്കുന്നു. പിന്നീട് ഇപ്പൊ വന്ന് ഇടിച്ചല്ലോ ആ ഒരു സ്ത്രീയുടെ കഴുത്തിലെ മാല. അതിനുശേഷം ആ ഒരു സ്ത്രീ 97, 98, 99 എന്ന് പറഞ്ഞിട്ട് പൈസ ഇങ്ങനെ എണ്ണിക്കൊണ്ട് പോകുന്നത് പോലെ. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ അവളിങ്ങനെ കണ്ടിട്ട് പെട്ടെന്ന് എഴുന്നേക്കുമ്പോൾ ആ ഒരു സ്ത്രീ പെട്ടെന്ന് നീ എന്നെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ എന്ന് പറയുന്നത് നമ്മുടെ സിയോൺ പെട്ടെന്ന് ഒരു ചോക്ക് എടുത്തിട്ട് ആ ചുമരിൽ 612 എന്ന് പറഞ്ഞിങ്ങനെ എഴുതാണ് മറക്കാതിരിക്കാൻ വേണ്ടി. അതേസമയം ഈ ഒരു ലേഡിയാണെങ്കിലും പേടിച്ചിട്ട് അവിടെ നിന്ന് പോകുന്ന സമയത്ത് നമ്മുടെ ഹീറോ ഇവിടെ ആ ഒരു ഷോപ്പിൽ നിന്ന് ഷൂ എടുത്ത് വെളിയിലേക്ക് ഇറങ്ങി. അതും എടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് സിയോൺ കണ്ട ആ ഒരു കാര്യം ഇപ്പോൾ നടക്കാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ ആ ഒരു സ്ത്രീ ഇപ്പോ 93, 94, 95 എന്ന് പറഞ്ഞ് നോട്ട് ഇങ്ങനെ എണ്ണി പോകുന്നതും പെട്ടെന്ന് ഒരു ഗേറ്റിന് മുന്നിലായിട്ട് അവളിങ്ങനെ പേടിച്ച് നിൽക്കാണ്. എന്താണെന്ന് കാണിക്കുമ്പോൾ നമ്മുടെ സിയോൺ കണ്ടതുപോലെ ആ ഒരു ഗേറ്റിൽ 612 എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ ആ ഗേറ്റിന് അപ്പുറം കാണിക്കുമ്പോൾ അതിനുള്ളിലെ മറ്റൊരു ഡോർ തുറന്ന് ആരോ ഒരാള് വെളിയിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരികയും ചെയ്തു. അങ്ങനെ ഈ ഒരു സ്ത്രീ അധികം നേരം അവിടെ നിൽക്കാതെ ബാക്കി നോട്ട് എണ്ണിയിട്ട് 96, 97, 98, 99 എന്നിങ്ങനെ പറയുന്നതും പെട്ടെന്ന് ഒരു നോട്ട് കാണാനില്ല. അവർ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ഗേറ്റിന് മുന്നിലായിട്ട് ഇവരുടെ കയ്യിൽ നിന്ന് ആ ഒരു നോട്ട് താഴേക്ക് വീഴുന്നു. അങ്ങനെ അത് എടുക്കാന്ന് പറഞ്ഞിട്ട് അവർ നേരെ ആ ഗേറ്റിന് മുന്നിലേക്ക് വന്ന് നോട്ട് ഇങ്ങനെ എടുക്കുന്നതും പെട്ടെന്ന് ആ ഒരു ഗേറ്റ് തുറന്ന് അതിനകത്ത് നിന്ന് ആരും ഒരാള് ഈ ഒരു സ്ത്രീയെ വലിച്ച് അകത്തേക്ക് എടുത്തുകൊണ്ട് പോവാണ്. അങ്ങനെ നമ്മുടെ ഹീറോ ആണെങ്കിലും സിയോണിനെ അന്വേഷിച്ച് വെളിയിലേക്ക് അവിടെ എല്ലാം ഇങ്ങനെ നോക്കി നടക്കുമ്പോഴത്തേക്കും സിയോൺ ആണെങ്കിൽ ആ ഒരു ഗേറ്റിന് മുന്നിലേക്ക് വന്ന് നിൽക്കുന്നതും ഹീറോ വന്ന് നോക്കുമ്പോൾ എന്താണെന്ന് അറിയാൻ കഴിയുന്നില്ല. അങ്ങനെ അവൻ പതിയെ ഗേറ്റ് തുറന്ന് അകത്തേക്ക് ചെല്ലുമ്പോൾ കുറച്ച് കഴിഞ്ഞ് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാല് ഇവിടേക്ക് പോലീസുകാരും മറ്റും വന്നിരിക്കുകയാണ്. ഹീറോ അവിടെ ഇരിപ്പുണ്ട്. എന്താണെന്ന് വെച്ചാല് നേരത്തെ ഒരു സ്ത്രീയെ വലിച്ചെടുത്തിട്ട് പോയല്ലോ, അവരെ ഇപ്പോ കൊന്നിട്ടിരിക്കുകയാണ് അതിനകത്ത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയെ കൊണ്ട് നേരെ സ്റ്റേഷനിലേക്ക് വന്നിട്ടാണ് ആ ഒരു പോലീസുകാരൻ ചോദിക്കുന്നത്, അല്ല നീ ഇപ്പൊ എന്താ പറയുന്നത്, അല്ല നിനക്ക് എന്ത് പറ്റി, നീ എങ്ങനെ അവിടെ ചെന്നെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോ പറയും ആ ഒരു ഫാർമസിസ്റ്റില്ലേ അയാളാണ് ഈ ഒരു കൊലയാളി എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ പോലീസുകാരൻ പറയും നീ എന്തുകൊണ്ട് അയാളെ പറയുന്നത്, ഈ നാട്ടിൽ ഇത്രയും ജനങ്ങളുണ്ടായിട്ട് അയാളാണ് ഈ ഒരു പട്ടണത്തിലെ എല്ലാവർക്കും മരുന്ന് എത്തിക്കുന്നത്, അത്ര നല്ലൊരു മനുഷ്യനാണ് അയാള്. എനിക്ക് സംശയം ആരാണെന്നറിയോ, എനിക്ക് നിന്നെയാണ് സംശയം. കാരണം നിന്റെ സഹോദരി മരിച്ചത് നിന്റെ വീടിനകത്ത്, ഇപ്പൊ മരിച്ച സ്ത്രീയുടെ അടുത്ത് നീ ഉണ്ടായിരുന്നു എന്നെല്ലാം പറയുന്നതും ഹീറോ പറയും ഇല്ല സിയോണിനറിയാൻ കാര്യങ്ങള്, അവള് കണ്ടതാണ്. എന്റെ സഹോദരിയുടെ മരണാനന്തര ചടങ്ങിന് ആ ഒരു പാത്രം ഒഴുകി വീണത് ആ ഒരു കൊലയുടെ അടുത്തേക്കാണ് എന്നെല്ലാം പറയുമ്പോഴത്തേക്കും ഓ സഹോദരി ആത്മാവ് എന്നെല്ലാം പറഞ്ഞിട്ട് കേസ് മറ്റൊരു വഴിയെ കൊണ്ടുപോകാനാണോ, ഇതൊക്കെ ഇപ്പൊ ആരാ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഭ്രാന്തി സ്ത്രീയെ ആരും ഇവിടെ വിശ്വസിക്കാൻ പോകുന്നില്ല. ശരി ഞങ്ങൾ എന്തായാലും അന്വേഷിക്കാന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോ പറയും ഇതേപോലെ തന്നെയാണ് എന്റെ സഹോദരിയുടെ കാര്യത്തിൽ നീ പറഞ്ഞത്, 3 ദിവസത്തിനകം അവളെ കണ്ടുപിടിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് അവസാനം അവളുടെ ശരീരമാണ് എനിക്ക് കിട്ടിയത് എന്ന് പറഞ്ഞ് ആ ഒരു ഷൂ എടുത്ത് കാണിച്ചിട്ട് ദേ ഇതാണ് തെളിവെന്നെല്ലാം പറഞ്ഞ് ആ പോലീസുകാരനോട് ഇങ്ങനെ വഴക്കിടുന്നതും അയാള് നമ്മുടെ ഹീറോയെ അടിച്ച് വെളിയിലേക്ക് ഇറങ്ങും. അങ്ങനെ അത് കഴിഞ്ഞ് ഹീറോ നേരെ വെളിയിലേക്ക് വരുമ്പോൾ സിയോൺ ആണെങ്കിൽ മഴയത്ത് ഇങ്ങനെ ഇരിക്കുന്നതും അവളെയും വിളിച്ച് നേരെ കാറിനകത്തേക്ക് കൊണ്ടുവന്നിട്ട് അവൾക്ക് ആഹാരമെല്ലാം ഇങ്ങനെ കൊടുത്ത് അവളോട് പറയും സിയോൺ ഇനി മുതൽ നീ എന്ത് കാര്യം കണ്ടാലും അത് അപ്പോ തന്നെ എന്നെ വിളിച്ച് പറയണം, ഇതാണ് എന്റെ നമ്പർ എന്ന് പറഞ്ഞിട്ട് അവളുടെ ഫോൺ വാങ്ങി അതിലേക്ക് ഒരു മിസ് കോൾ ഇങ്ങനെ കൊടുക്കുന്നു.
അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോ ഇപ്പോൾ സോഹിന്റെ ഷോപ്പിന് വെളിയിൽ തന്നെ അവൻ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ രാത്രി കഴിഞ്ഞ് രാവിലെ ആവുന്നതും സോഹ് പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ഒരു ബാഗ് കൊണ്ട് എവിടേക്കാണ് നടന്നു പോകുന്നു. അങ്ങനെ നമ്മുടെ ഹീറോ ആയാലും അവന്റെ പുറകെ ഫോളോ ചെയ്ത് ഇങ്ങനെ പോകുന്നതും ഇവനാണെങ്കിൽ ഈ പട്ടണത്തിലെ പല വീടുകളിലേക്ക് ചെന്നിട്ട് അവിടെയുള്ള രോഗികളായിട്ടുള്ള വയസ്സായിട്ടുള്ള ആളുകൾക്ക് ഉണ്ടല്ലോ, അവർക്ക് മരുന്നും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നു. എന്നിട്ട് അവരുടെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ഒരു ഹോം നേഴ്സ് പോലെ ആ ഒരു രീതിയിൽ ഓരോ വീടുകളിൽ ഇങ്ങനെ പോകുന്നു. ഹീറോ ആണെങ്കിൽ അവന്റെ പുറകെ തന്നെ ഉണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ സോഹ് നിൽക്കുന്നത് ഒരു വയസ്സായിട്ടുള്ള ഒരാളുടെ വീട്ടിലാണ്. എന്നിട്ട് അയാളുടെ മുടിയെല്ലാം ഇങ്ങനെ മുറിക്കുന്ന സമയത്താണ് നമ്മുടെ ഹീറോ പെട്ടെന്ന് അകത്തേക്ക് കയറി വന്നിട്ട് ഈ ഒരാൾ എന്റെ സഹോദരിയെ കൊന്നു, ഒരു പക്ഷേ ഈ ഒരു കത്തി ഉപയോഗിച്ചിട്ട് നിങ്ങളെ കൊല്ലാൻ സാധ്യതയുണ്ട് എന്നിങ്ങനെ പറയുന്നതും സോഹ് പറയും, ജുങ്വു ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കരുത്, ഇത് ഞാൻ അച്ഛനെ പോലെ കാണുന്ന ബഹുമാനിക്കുന്ന ഒരാളാണ്, അയാളുടെ മുന്നിൽ വെച്ച് ഇങ്ങനെയൊന്നും പറയരുതെന്ന് പറയുമ്പോൾ ഹീറോ പെട്ടെന്ന് അവൻ ഇരിക്കാനായിട്ട് വരുന്ന ആ ഒരു കസേര എടുത്തങ്ങ് മാറ്റുന്നത് താഴെ വന്ന് വീഴും. എന്നിട്ടാണ് പറയുന്നത്, വർഷത്തിൽ 365 ദിവസവും നിന്നെ ഞാൻ ഇനി ഫോളോ ചെയ്യാൻ പോവാണ്, നീ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി, അതുകൊണ്ട് ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ കൊലയാളി എന്നിങ്ങനെ പറയുന്നതും സോഹ് പെട്ടെന്ന് ഹീറോയെ എടുത്തൊരു ഒറ്റ ഏറ്, അത് ഒരിക്കലും അവൻ പ്രതീക്ഷിക്കുന്നില്ല, അത്രയും ബലം ഉണ്ടാവന്. എന്നിട്ടാണ് പറയുന്നത്, നീ ഇപ്പോൾ അതിര് കടന്നുപോയി, അതുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചത്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഹീറോ മറ്റൊരു ഷോപ്പിനടുത്ത് നിൽക്കുമ്പോഴത്തേക്കാണ് ആ ഷോപ്പിലെ സ്ത്രീ പെട്ടെന്ന് നമ്മുടെ ഹീറോയോട് ചോദിക്കും, അല്ല ജോംബു, നീ എന്തിനാ ഒരു ഫാർമസിസ്റ്റിനെ വെറുതെ ശല്യപ്പെടുത്തുന്നത്, അയാൾ ഈ ഒരു നാട്ടിൽ നല്ലവനായിട്ടുള്ള ഒരു മനുഷ്യനല്ലേ, ഇവിടെയുള്ള ഒരുപാട് പേർക്ക് അയാളല്ലേ മരുന്നെത്തിക്കുന്നത് എന്നെല്ലാം പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് അവിടേക്ക് പോലീസ് വരും. പോലീസ് വന്നിട്ട് ഇതിനകത്ത് എന്തോ റെയ്ഡ് പോലെ എന്തൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോ നോക്കുമ്പോൾ ആ ഒരു ഷോപ്പിന്റെ വെളിയിലൂടെ ഒരു വയർ ഇങ്ങനെ പോയിട്ടുണ്ട്. എന്താണെന്ന് കാണിക്കുമ്പോൾ അതൊരു ക്യാമറയിലേക്ക് പോയിരിക്കുന്നതാണ്. ഇത് കാണുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയ്ക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്, ഈ ഒരു ക്യാമറയിലൂടെ നോക്കുമ്പോൾ അന്ന് അവന്റെ വീടിനടുത്തേക്ക് ആരെങ്കിലും വന്നിട്ടുണ്ടോ ഇല്ലേ എന്ന് അവന് കാണാൻ കഴിയും. അങ്ങനെ അവൻ അകത്തേക്ക് കയറിയിട്ട് ഇവരുടെ എല്ലാവരോടും പറയും, ശരി ആ ഒരു ക്യാമറ അതൊന്ന് പരിശോധിക്കാൻ പറയുന്നതും ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് അതിങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് അവിടേക്ക് ഒരു കാർ വരുന്നത്. അത് ഒരു ഫാർമസിസ്റ്റിന്റെ കാറാണ്. അപ്പോഴേക്കും അവർ പറയും, അന്നത്തെ ദിവസം അയാളോട് ഉണ്ടായിരുന്നല്ലേ എന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കാണ് കാറിന് പുറകിലൂടെ ആരോ നടന്നു പോകുന്നു. അങ്ങനെ അത് ശ്രദ്ധിച്ച് ആരാണെന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയോടൊപ്പം ജോലി ചെയ്യുന്ന വേറൊരുത്തനുണ്ടല്ലോ, അവന്റെ ബന്ധുവായിട്ടുള്ള ആ ഒരു ബുദ്ധി കുറവുള്ള ഒരുത്തൻ, അവനായിരുന്നു അത്. അപ്പൊ ഇവര് പറയും, ഓ വെറുതെ ആ ഒരു ഫാർമസിസ്റ്റിനെ നമ്മളെല്ലാവരും സംശയിച്ചു, ഇവൻ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് ചോദിക്കുന്നത്. നമ്മുടെ ഹീറോ പെട്ടെന്ന് അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി പോകുന്നു. അതേസമയം മറ്റൊരിടത്ത് സിയോണിനെ കാണിക്കുമ്പോഴത്തേക്കാണ് സിയോൺ ഇപ്പോ ഹീറോയുടെ സഹോദരി യൂസ് ചെയ്തിരുന്ന ആ ഒരു പെട്ടി ഉണ്ടല്ലോ അതെടുക്കാനായിട്ട് അവിടേക്ക് വരുന്ന സമയത്ത് മറ്റൊരിടത്ത് 2 പെൺകുട്ടികൾ സംസാരിക്കുന്ന ഒരു ശബ്ദം എന്താണെന്ന് നോക്കുമ്പോൾ നമ്മുടെ സിയോണിനെ ബസ്സിൽ വെച്ച് കളിയാക്കിയ ആ ഒരു പെണ്ണുണ്ടല്ലോ, അവൾ ഇപ്പോൾ ഡ്രസ്സ് എല്ലാം ചേഞ്ച് ചെയ്തിട്ട് വേറെ എന്തോ ഒരു കാര്യം ചെയ്യാനായിട്ട് ഇങ്ങനെ പോവാണ്. അങ്ങനെ അവര് സംസാരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് സിയോൺ അടുത്തുള്ള ഒരു കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ അവൾക്കിടയ്ക്കിടയ്ക്ക് കാണാൻ കഴിയുന്ന ഒരു ചെറിയ പെൺകുട്ടി ഉണ്ടല്ലോ, ആ ഒരു പെൺകുട്ടിയുടെ ഗോസ്റ്റ് അവിടെ വന്ന് നിൽക്കുന്നു. അപ്പോഴേക്കും സിയോൺ എന്തോ ഒരു കാര്യം ഇങ്ങനെ കാണാണ്. എന്താണെന്ന് വെച്ചാൽ ക്ലോക്കില് 6 മണി, അതേപോലെ തന്നെ മറ്റൊരു പെൺകുട്ടി പിന്നീട് ആർക്കോ വയറിൽ കുത്തുകൊണ്ട് നിൽക്കുന്നത് പോലെ, അതുമല്ലാതെ വെള്ളത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു ക്രോസ് സിമ്പലും. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ കാണുന്നതും ഇനി എന്ത് കണ്ടാലും ഹീറോയോട് വിളിച്ച് പറയണമെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് നമ്മുടെ ഹീറോയെ പെട്ടെന്ന് വിളിക്കുമ്പോഴത്തേക്കാണ് ഹീറോ ഇപ്പൊ കാറും കൊണ്ട് അവന്റെ ആ ഒരു ബന്ധമുണ്ടല്ലോ അവൻ അന്വേഷിച്ച് വന്നിരിക്കുകയാണ്. അതുമല്ല കാറിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് അവൻ ഫോൺ കൊടുക്കത്തില്ല. അതുകൊണ്ട് നമ്മുടെ സിയോണിന് ആ ഒരു കാര്യം അവനെ വിളിച്ച് പറയാനും കഴിയുന്നില്ല. അവളാണെങ്കിൽ ഒരു വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോ അവനെ അന്വേഷിച്ച് മാർക്കറ്റിലെല്ലാം ഇങ്ങനെ പോകുന്ന സമയത്ത് സിയോണിനെ കാണിക്കുമ്പോൾ സിയോൺ ഇപ്പൊ ആ ഒരു പെൺകുട്ടിയെ ഫോളോ ചെയ്ത് ഒരു പഴയ സ്കൂളിലേക്കാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് അടുത്തുള്ളൊരു ക്ലാസ് റൂമിനകത്തേക്ക് നോക്കുമ്പോൾ അതിനകത്ത് നേരത്തെ കണ്ട ആ ഒരു പെണ്ണും അതേപോലെ തന്നെ ആ ഒരു ഫാർമസിസ്റ്റ് ഉണ്ടല്ലോ അയാളും ഉണ്ട്. അപ്പോൾ ഇയാൾക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു പെണ്ണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്. എന്നിട്ട് അയാളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി അയാളുമായിട്ട് റൊമാൻറ്റിക് ആയിട്ടിരിക്കുമായിരുന്നു. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോ അവനെ കണ്ടുപിടിക്കുന്നതും അവന്റെ അടുത്ത് വന്നിട്ടാണ് ചോദിക്കുന്നത്, യൂൻജി കൊല്ലപ്പെട്ട ആ രാത്രി നീ അവളെ കാണാനായിട്ട് പോയിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അവൻ അങ്ങനെ നോക്കിയിട്ട് പെട്ടെന്ന് പേടിച്ച് മറ്റൊരിടത്തേക്ക് ഓടിയിട്ടാണ് പറയുന്നത്, ഞാനല്ല ഒരിക്കലും യൂൻജിയെ കൊന്നത്, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ അതെ ഓക്കെ അത് ശരി തന്നെയാണ്, പക്ഷെ നീ അവളെ കാണാനായിട്ട് പോയിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പോയിരുന്നു, അപ്പോൾ പോയപ്പോൾ നീ അവളെ പൂട്ടിയിട്ടിട്ട് പോയി എന്ന് പറഞ്ഞു, അതുമല്ല അവൾക്ക് സലൂണിലും പോകണമെന്ന് പറഞ്ഞു, പക്ഷെ പിന്നീട് ഞാൻ അവിടെ ചെന്നപ്പോൾ യൂൻജിനെ അവിടെ കണ്ടില്ല എന്ന് പറയുന്നതും ഹീറോ ചോദിക്കും, ഓക്കെ ശരി നീ ഫാർമസിസ്റ്റിനെ അവിടെ കണ്ടിരുന്നു, അവന്റെ വെള്ളക്കാറ് അവിടെ കടയുടെ മുന്നിൽ പാർക്ക് ചെയ്തിട്ടിരുന്നു, നീ കണ്ടിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അവൻ കുറച്ചു നേരം ഇങ്ങനെ ആലോചിച്ചിട്ട് ഞാൻ കാർ കണ്ടിരുന്നു, പക്ഷെ കാറിനടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ ആരെയും കണ്ടിരുന്നില്ല എന്നിങ്ങനെ പറയുന്നതും ഹീറോയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല. കാരണം എന്ന് വെച്ചാല് കാർ അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്തു, പക്ഷെ അയാള് ഒരിക്കലും വെളിയിൽ ഇറങ്ങില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹീറോ പെട്ടെന്ന് ആ ഒരു കാർ പാർക്ക് ചെയ്ത് ആ സ്ഥലത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു ഭാഗം ഇങ്ങനെ കീറിയിരിപ്പുണ്ട്. അതിങ്ങനെ തള്ളുമ്പോഴത്തേക്കാണ് അതിനുള്ളിലൂടെ അകത്തേക്ക് പോകാൻ കഴിയും. അതിനുള്ളിലൂടെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഹീറോയുടെ വീടിന് താഴെ അവർ നടത്തുന്ന ആ ഒരു വാഷിംഗ് ഹൗസ് ഉണ്ടല്ലോ അവിടേക്ക് ചെല്ലാൻ കഴിയും. അപ്പൊ അങ്ങനെയാണ് ആ ഒരു ഫാർമസിസ്റ്റ് അതിനകത്തേക്ക് കയറിയതെന്ന് ഹീറോയ്ക്ക് മനസ്സിലായി. അതേസമയം അയാളെ കാണിക്കുമ്പോഴത്തേക്കാണ് അവനിപ്പോ ആ ഒരു പെൺകുട്ടിക്ക് പൈസ എല്ലാം കൊടുത്തിട്ട് അവളെയൊന്നും ചെയ്യത്തില്ല, അവൾക്ക് പണം കൊടുത്തിട്ട് പറയും, നിന്നെ ഇവിടെ കൊണ്ടുവന്ന് നിന്റെ സമയം പാഴാക്കിയതിന് എന്നോട് ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ അവൾ പറയും, നിങ്ങളൊരു മണ്ടൻ, നിങ്ങളോടൊപ്പം ഇവിടെ വന്നത് വെറുതെ ആയി എന്ന് പറഞ്ഞ് അവൾ ആ ഒരു പണം വാങ്ങി പോകാനായിട്ട് വരുമ്പോൾ അവളിങ്ങനെ പറയും, അപ്പോൾ യൂജിയും ആ ഒരു സ്ത്രീയും അവർ രണ്ടുപേരും കൊന്നത് നീയാണല്ലേ
എന്നിങ്ങനെ പറയുന്നതും അവനൊരു നിമിഷം അങ്ങ് ഞെട്ടിപ്പോവും. അപ്പോൾ അവൾ പറയും, ഏയ് ഞാൻ തമാശയ്ക്ക് പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് പോകാനായിട്ട് വരുമ്പോ ഇവ പെട്ടെന്ന് എഴുന്നേറ്റ് വന്ന് അവളുടെ കഴുത്തിലേക്ക് ഒരു ഒറ്റപ്പിടി. നിനക്കെന്താ അറിയാന്നും പറഞ്ഞിട്ട് അവളോട് ദേഷിച്ച് ഇങ്ങനെ സംസാരിക്കുന്നതും പെട്ടെന്ന് നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോൾ ഹീറോ ഇപ്പോ അവന്റെ ആ ഒരു ഷോ പിടിച്ചു പൊളിച്ച് അതിനകത്തേക്കായിരുന്നു. അതുമല്ല ഹീറോയുടെ കൈ ആണെങ്കിലും മുറിഞ്ഞിട്ടുണ്ട്. അതേസമയം ഇവന്റെ അടുത്താണെങ്കിലും ആ ഒരു ജനാല ആ ഒരു കല്ലുകൊണ്ട് എറിഞ്ഞ് പൊട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ അതാരാണെന്ന് അറിയാൻ വേണ്ടി അവൻ ആ ഒരു ജനാലയെടുത്തേക്ക് ഒന്ന് നോക്കുമ്പോൾ താഴെ സിയൂണായിരുന്നു. അത് ആ ഒരു പെൺകുട്ടിയെ കൊല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ അങ്ങനെ ചെയ്തത്. അങ്ങനെ അവൻ വന്നിങ്ങനെ എത്തി നോക്കുന്നതും സിയൂൺ താഴെ ഇരിക്കല്ലേ, അവളെ കാണുന്നില്ല. പക്ഷെ അവിടെയാണ് മറ്റൊരു ട്വിസ്റ്റ്. അവള് പെട്ടെന്ന് പേടിച്ച് കണ്ണടച്ചിട്ട് പെട്ടെന്ന് കണ്ണുറക്കുമ്പോൾ അവളുടെ മുന്നിൽ തന്നെ അവൻ വന്നിങ്ങനെ ഇരിക്കുന്നു. അതേസമയം നമ്മുടെ ഹീറോ അവന്റെ കാറിനകത്തേക്ക് വരുമ്പോഴത്തേക്കാണ് ആ ഫോണില് അവള് മിസ് കോൾ അടിച്ചതുപോലെയും അതേപോലെ തന്നെ വോയിസ് മെയിലും അവനിങ്ങനെ കാണുന്നതും. അത് വെച്ച് കേട്ട് നോക്കുമ്പോൾ അവള് പറയുന്നതാണെന്ന് വെച്ചാല് ഇതേപോലെ ആ ഒരു ഫാർമസിസ്റ്റ് ഒരു പെൺകുട്ടിയെ വിളിച്ച് ഇവിടെ അടുത്തുള്ള ഒരു സ്കൂളിനകത്തേക്ക് കൊണ്ടുപോയി, ഞാൻ അയാളുടെ പുറകെ തന്നെ ഉണ്ട് എന്നിങ്ങനെ പറയുന്നത്. നമ്മുടെ ഹീറോ പെട്ടെന്ന് കാറും എടുത്ത് നേരെ ആ ഒരു സ്ഥലത്തേക്ക് ചെന്നിട്ട് അവിടേക്ക് ഇങ്ങനെ ഓടിപ്പോകുന്ന സമയത്ത് ആ ഒരു പോലീസുകാരനെ വിളിച്ച് കാര്യം പറയുന്നുണ്ട്. ഇതേപോലെ ആ ഒരു ഫാർമസിസ്റ്റ് ഇപ്പൊ സിയോണിനെ കൊല്ലാൻ പോവാണ്. സിയോണോ അതാരാണ്? ആ ഒരു ഭ്രാന്തിയായിട്ടുള്ള പെണ്ണല്ലേ അവള് എന്നിങ്ങനെ പറയുമ്പോ, ഓ അവളുടെ കാര്യമോ, അതൊന്നും അന്വേഷിക്കാൻ ഞങ്ങൾക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് ആ പോലീസുകാരൻ ഫോൺ കട്ട് ചെയ്യുന്നതും സത്യം പറഞ്ഞാൽ ഇവനെ കൈ കെട്ടിയ രണ്ടിട്ട് ഇടിക്കാൻ ആറ് കയ്യിലും തോന്നും. അതേസമയം സിയോണിനെ കാണിക്കുമ്പോൾ സിയോൺ ഇപ്പോ ബോധമില്ലാതെ ആ കില്ലറിന്റെ മടിയിൽ ഇങ്ങനെ കിടക്കാണ്. അതുമല്ല അവൾക്ക് ബോധം വന്ന് പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോഴത്തേക്കും അയാൾ പറയും, ഹേയ് നീ എങ്ങനെയാണ് ഈ ഒരു സ്ഥലം കണ്ടുപിടിച്ച് ഇവിടേക്ക് തന്നെ വന്നത്? അങ്ങനെയാണെങ്കിൽ എല്ലാവരും പറയുന്നത് വെറുതെയല്ല, നിനക്ക് ഭാവി കാര്യങ്ങൾ കാണാൻ കഴിയും എന്ന് പറയുന്നതും നമ്മുടെ ഹീറോ പെട്ടെന്ന് അകത്തേക്ക് കയറി വന്ന് അവനെ പിടിച്ച് താഴേക്ക് ഇട്ടിട്ട് അവനെ പിടിച്ച് ഇടിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുന്നതും അവനാണെങ്കിൽ ഹീറോയെ നോക്കി എന്നെ ചിരിക്കുന്നു. അതുമല്ല വെളിയിലേക്ക് പോലീസും വരുന്നു. എന്തായാലും അത് കാര്യമായി. ഹീറോ പറഞ്ഞിട്ട് അവന്മാര് വരാതിരുന്നില്ലല്ലോ. അങ്ങനെ പോലീസ് വന്ന് ഇവരെല്ലാവരെയും പിടിച്ച് നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന സമയത്താണ് ഹീറോ പറയും, ഇതേപോലെ ഈ ഒരു ഫാർമസിസ്റ്റ് ആണ്, അയാളാണ് ഇതെല്ലാം ചെയ്തത്. അതുമല്ല അവനാണെങ്കിൽ ഇപ്പോ സിയൂണിനെ കൊല്ലാനായിട്ടാണ് അവിടേക്ക് കൊണ്ടുപോയത് എന്ന് പറഞ്ഞിട്ട് സിയൂണിനോട് പറയും, സിയൂൺ അതില്ലേ ശരി. അവരോട് പറയുമ്പോ സിയൂൺ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് അവള് കള്ളം പറയും, ഇല്ല എനിക്ക് അങ്ങനെ തോന്നിയതാണ്, ഞാൻ ആ ഒരു സ്ഥലത്തേക്ക് പോയി ബോധം നഷ്ടപ്പെട്ടപ്പോ അയാളാണ് എന്നെ അകത്തേക്ക് കൊണ്ടുപോയത് എന്നിങ്ങനെ അവള് കള്ളം പറയും. എതിരാണെന്ന് വെച്ചാല് അവള് നേരത്തെ കണ്ട കാര്യങ്ങളിലെ ആർക്കും ഒരാൾക്ക് വയറിൽ കുത്തുകൊള്ളുന്ന ഒരു കാര്യം കണ്ടിരുന്നല്ലോ. സത്യം പറഞ്ഞാൽ അത് ഹീറോയ്ക്കായിരുന്നു. അതുകൊണ്ട് ആ ഒരു കാര്യം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവളിപ്പോ ഇങ്ങനെ ഒരു കള്ളം പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു കള്ളം പറയുമ്പോഴത്തേക്കും അവൻ ആ ഒരു കാര്യം സംഭവിക്കില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ അവള് കള്ളം പറയുന്നത് കൊണ്ട് നമ്മുടെ ഹീറോയ്ക്കാണെങ്കിലും സഹിക്കാൻ കഴിയാതെ സോഹിനെ ഇടിക്കാനായിട്ട് വരുന്നതും എല്ലാ പോലീസുകാരും കൂടി നമ്മുടെ ഹീറോയെ എടുത്തിട്ട് അടിക്കും. നല്ല രീതിയിൽ അടിച്ചിട്ട് ഹീറോയെ പിടിച്ച് ജയിലടക്കും. അപ്പോഴേക്കാണ് സിയോൺ അവന്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നത്, സോറി എന്നോട് നീ ക്ഷമിക്കണം, നീ മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കള്ളം പറയുന്നത് എന്ന് പറഞ്ഞ് അവളുടെ കഴുത്തിൽ കെട്ടിയിരിക്കുന്ന ഒരു തുണി എടുത്ത് അങ്ങനെ കെട്ടിക്കൊടുക്കും. എന്നിട്ട് സേഫ് ആയിട്ടിരിക്കാൻ പറഞ്ഞ് ഞാൻ എന്തായാലും ഇവിടെ നിന്ന് പോവാണെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നതും നമ്മുടെ ഹീറോയെ പിടിച്ച് ഒരു ജയിലടക്കും. അപ്പൊ ആ ഒരു ഫാർമസിസ്റ്റ് ആണെങ്കിൽ അവന്റെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട്. എന്നിട്ട് അയാളുടെ കയ്യിൽ നിന്നും കംപ്ലൈന്റ് എല്ലാം എഴുതി വാങ്ങിയിട്ട് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാനായിട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ അറിയും, നീ ആ ഒരു കാറിൽ അവിടെ എന്താ ചെയ്തത്? അത് ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നിന്നെ കണ്ടതായിട്ട് ഒരു സാക്ഷിയുണ്ട്. അതുകൊണ്ട് നിനക്ക് ഒരിക്കലും എവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയത്തില്ല എന്ന് നമ്മുടെ ഹീറോ പറയുമ്പോ അവൻ പെട്ടെന്ന് തിരിഞ്ഞു നിന്നിട്ട്, നീ ചിന്തിച്ചതെല്ലാം ശരി തന്നെയാണ്, കാരണം ഇതെല്ലാം ചെയ്തത് ഞാൻ തന്നെയാണ്, നിന്റെ സഹോദരിയെ കൊന്നതും ഞാൻ തന്നെയാണെന്ന് ഇങ്ങനെ പറയുന്നതും, ആഹാ ഇവൻ തന്നെയായിരുന്നു ആ ഒരു കൊലയാളി, നിന്റെ അമിത പ്രതികരണമാണ് ഇതിനെല്ലാം കാരണമെന്ന് പറഞ്ഞിട്ട് അവന്റെ സഹോദരിയുടെ ആ ഒരു ഫോൺ എടുത്ത് ഇങ്ങനെ കാണിച്ചു കൊടുക്കും. എന്നിട്ട് അവൻ പറയും, എനിക്ക് നിന്റെ സഹോദരിയുടെ ഓരോ വാക്കുകളും അവളുടെ ഓരോ ആംഗ്യങ്ങളും സംസാരവും എനിക്ക് വെറുപ്പാണ്, അതുകൊണ്ടാണ് ഞാൻ അവളെ കൊന്നത് എന്ന് പറഞ്ഞിട്ട് അവളെ അന്ന് കൊല്ലുന്നതിന് മുന്നേ അവൻ ആ ഒരു വീഡിയോ എടുത്തിരുന്നു. അപ്പോൾ അവൾ പറയുന്നുണ്ട്, എന്റെ സഹോദരൻ എന്നെ എവിടെ വന്നാണെങ്കിലും രക്ഷിക്കും, നീ എവിടെ കൊണ്ടുപോയാലും രക്ഷിക്കും എന്നൊക്കെ പറയുമല്ലോ. ആ ഒരു കാര്യം നമ്മുടെ ഹീറോയ്ക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ആ ഒരു സൈക്കോ കില്ലർ പറയും, ഈ വീഡിയോ ഞാനിപ്പോ ഡിലീറ്റ് ചെയ്യാൻ പോവാണ്. അവളെ മരിക്കുമ്പോൾ പോലും നിനക്ക് അവളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല, കാരണം നീ ആ ഒരു ബാറിൽ ചൂതാട്ടം നടത്തുമായിരുന്നു, അതുകൊണ്ട് ഇനി അവളുടെ ഓർമ്മകൾ ഒരിക്കലും നിനക്ക് വേണ്ട എന്ന് പറഞ്ഞ് ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് മാറിപ്പോകുന്നതും ഇവിടെ നമ്മുടെ സിയൂണിനെ കാണിക്കുമ്പോൾ അവൾ ഇപ്പോ ഹീറോയുടെ കാറിലിരിക്കുകയാണ്. അതുമല്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ കാറിന് ചുറ്റുമായിട്ട് ചെറിയ പെൺകുട്ടി ഉണ്ടല്ലോ, അവൾ ഇങ്ങനെ ഓടി ഓടി പോകുന്നു. ഇത് കണ്ടിട്ട് സിയൂണിനാണെങ്കിൽ എന്തോ സംഭവിക്കാൻ പോകുന്നതെന്ന് മനസ്സിലായി. അതേസമയമാണ് നമ്മുടെ പോലീസുകാരനെ കാണിക്കുമ്പോൾ പോലീസുകാരൻ ഇപ്പോ നമ്മുടെ സൈക്കോയെ കൊണ്ട് വീട്ടിലാക്കാനായിട്ട് കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും പോലീസുകാരനെ ആ സ്റ്റേഷനിലുള്ള മറ്റൊരു പോലീസുകാരൻ വിളിച്ചിട്ട്, സാർ ഞാനിപ്പോ നിങ്ങൾ പറഞ്ഞതുപോലെ സൂഹ് ആ ഒരു ഫാർമസിസ്റ്റിനെ പറ്റി അന്വേഷിച്ചിരുന്നു. അപ്പോഴാണ് എനിക്ക് ഞെട്ടിക്കുന്ന ചില കാര്യങ്ങൾ മനസ്സിലായത്. നിങ്ങൾക്കറിയില്ലേ സാർ, ആ മലമുകളിലെ ഉപേക്ഷിക്കപ്പെട്ട വീട്ടിലെ ഒരു കുടുംബം മരിച്ചത്, ആ കുടുംബത്തിലെ എല്ലാവരെയും ആരോ ഒരാൾ കൊന്നു, ഒരാൾ മാത്രം അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്നിങ്ങനെ പറയുന്നതും നമ്മുടെ സിയൂണിനെ കാണിക്കുമ്പോൾ സിയൂൺ ഇപ്പൊ ആ ഒരു ചെറിയ പെൺകുട്ടിയുടെ ആത്മാവ് അവളെ കൺട്രോൾ ചെയ്ത് ഈ പോലീസുകാരൻ പറയുന്ന മലമുകളിലെ ആ ഒരു വീടിനകത്തേക്ക് കൊണ്ടുപോകുന്നു. അതുമല്ല ആ വീടിനകത്തേക്ക് കയറി പോകുന്നതും ആ വീടിന് വെളിയിലെ ഒരു ഡോറിലെ ഒരു ക്രോസ് സിമ്പിൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇവരകത്തേക്ക് കയറി പോകുന്നു. അത് ഇളകി താഴേക്ക് വന്ന് വീഴുമ്പോ അത് താഴെയുള്ള ആ ഒരു വെള്ളത്തിൽ ഇങ്ങനെ കാണാനും കഴിയുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാര്യമാണ് നമ്മുടെ സിയൂൺ ഇതിന് മുന്നേ കണ്ടത്. അപ്പോഴേക്കാണ് പോലീസുകാരനോട് ആ സൈക്കോ കില്ലറിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഇങ്ങനെ
പറയുന്നുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ നമ്മുടെ സൈക്കോയുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാല് സൈക്കോക്ക് ഒരു സഹോദരിയും അതേപോലെ തന്നെ അച്ഛനും ഉണ്ട്. അമ്മയാണെങ്കിൽ അതിന് മുന്നേ മരിച്ചും പോയി. അതുകൊണ്ട് തന്നെ നമ്മുടെ സൈക്കോയുടെ അച്ഛൻ രണ്ടാമതൊരു സ്ത്രീയെ കല്യാണം കഴിച്ചു. അങ്ങനെ ആ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചതിന് ശേഷം സൈക്കോയുടെ അച്ഛനാണെങ്കിൽ നല്ല രീതിയിൽ കിടപ്പിലായിപ്പോയി. പക്ഷേ അവൻ കല്യാണം കഴിച്ച ആ ഒരു സ്ത്രീ ആണെങ്കിലോ വളരെ മോശമായിട്ടുള്ള ഒരു സ്ത്രീ ആയിരുന്നു. അതേപോലെ സൈക്കോയുടെ സഹോദരി എന്ന് പറഞ്ഞല്ലോ, ആ ഒരു പെൺകുട്ടിയാണെങ്കിൽ ഓട്ടിസം ബാധിച്ച ഒരു കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു മാനസികാവസ്ഥയിലായിരിക്കും ആ ഒരു പെൺകുട്ടി ഉള്ളത്. അതുമല്ല സൈക്കോയുടെ രണ്ടാനമ്മ അവളെന്താ തീരുമാനിക്കുന്നത്, സൈക്കോയുടെ അച്ഛൻ വയ്യാതെ കിടക്കുന്ന ആ ഒരു സമയത്ത് മറ്റൊരു തന്നെ വീടിനകത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് ഇവരുടെ സ്വത്തെല്ലാം അടിച്ചു മാറ്റാൻ വേണ്ടി ഈ ഒരു കുടുംബത്തെ എല്ലാം കൊല്ലണമല്ലോ. അതുകൊണ്ട് ആദ്യം തന്നെ സൈക്കോയുടെ സഹോദരിയെ അവർ രണ്ടുപേരും കൂടി ചേർന്ന് കൊല്ലുന്നു. അത് കഴിഞ്ഞിട്ട് സൈക്കോയുടെ അച്ഛനെയും കൊല്ലും. അങ്ങനെ ഈ ഒരു കാര്യം മനസ്സിലാക്കി നമ്മുടെ സൈക്കോ അവരുടെ അടുത്തേക്ക് ചെന്ന് കാര്യം എന്താണെന്ന് തിരക്കുമ്പോഴത്തേക്കും അവര് സൈക്കോയെ നല്ല രീതിയിൽ അടിക്കും. എന്നിട്ട് ഒരു മുറിക്കകത്തേക്ക് പൂട്ടിയിട്ട് അവനെ കൊല്ലാനായിട്ട് പ്ലാൻ ചെയ്ത് ഇവർ ആഹാരം എല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് നമ്മുടെ സൈക്കോ അങ്ങനെ വെളിയിലേക്ക് ഇറങ്ങി വന്ന് അവന്റെ ഫാമിലിയെ കൊന്നതല്ലേ. അതുകൊണ്ട് ആ ഒരു സ്ത്രീയെയും അവളുടെ കാമുകരെയും അതിനകത്ത് വെച്ച് അടിച്ചടിച്ച് കൊല്ലുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു കുടുംബത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് നമ്മുടെ സൈക്കോ മാത്രം. അപ്പൊ ഇത്രയും കാര്യങ്ങളും ആ ഒരു പോലീസുകാരനോട് ഇങ്ങനെ പറയുന്നതും പെട്ടെന്ന് കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ സൈക്കോ ആ കാറിനകത്ത് ഇരുന്ന് പോലീസുകാരന്റെ തലക്കടിച്ച് ആ പോലീസുകാരനെ കാറിനകത്ത് വെച്ച് കൊല്ലുകയും ചെയ്യുന്നു. അതേസമയം ഇവിടെ സ്റ്റേഷനിൽ കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയുടെ അടുത്തേക്ക് ഒരു പോലീസുകാരൻ വന്നിട്ട് ജാങ്വോ നീ എന്തെങ്കിലും കഴിക്കും ഇങ്ങനെ തന്നെ ഇരിക്കാതെ എന്ന് പറഞ്ഞ് അവന്റെ വില കഴിക്കുന്നത്. ആ ഒരു ഗ്യാപ്പില് നമ്മുടെ ഹീറോ പെടുന്ന ആ ഒരു പോലീസുകാരന്റെ കഴുത്തിലേക്ക് ഒരു മൂർച്ചയുള്ള കമ്പി എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് ഈ പോലീസുകാരെല്ലാം വിട്ടിച്ച് ഹീറോ അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങും. വെളിയിലേക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ സിയോൺ ഇപ്പൊ എവിടെയാണെന്ന് അവൻ അറിയത്തില്ല. അതേസമയം സിയോണിനെ കാണിക്കുമ്പോൾ അവളിപ്പോ സൈക്കോയുടെ ആ ഒരു പഴയ വീട്ടിലേക്ക് വന്നിട്ട് അതിനകത്ത് നിന്ന് കണ്ണു തുറന്ന് നോക്കുമ്പോൾ അവൾ കണ്ടതുപോലെ തന്നെ ക്ലോക്കിലെ സമയം 6 മണി കഴിഞ്ഞു. അവൾ എങ്ങനെയാണ് ഇവിടെ വന്നതെന്ന് അവൾക്ക് അറിയത്തില്ല. കാരണം നമ്മുടെ സൈക്കോയുടെ സഹോദരി ആ ഒരു ചെറിയ പെൺകുട്ടി ഉണ്ടല്ലോ, ആ പെൺകുട്ടിയുടെ ആത്മാവാണ് സിയോണിനെ കൺട്രോൾ ചെയ്തിട്ട് പല കാര്യങ്ങളും ഇതേപോലെ കാണിച്ചു കൊടുക്കുന്നതും അതേപോലെ തന്നെ ഇപ്പൊ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അതേസമയം നമ്മുടെ ഹീറോ ഇവിടെ എല്ലാം ഓടി നടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ക്രോസ് സിമ്പൽ ഇങ്ങനെ കാണുന്നു. അത് കാണുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയിൻ ഈ ഒരു കാര്യങ്ങളെല്ലാം കണ്ടതിന് ശേഷം അവന് വോയിസ് മെസ്സേജ് അയച്ചു കൊടുത്തായിരുന്നു. അതിൽ അവൾ പറയുന്നൊരു കാര്യമുണ്ട്, ഒരു ക്രോസ് സിമ്പൽ ഉണ്ട്, അതേപോലെ തന്നെ അതൊരു കുളത്തിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറയുന്നതും ഈ ഒരു കുളം ഉള്ളത് ഈ മലയുടെ മുകളിൽ ആ ഒരു വലിയ വീടിനടുത്തായിട്ടാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ആയിരിക്കും അവൾ ഉള്ളത് എന്ന് മനസ്സിലാക്കി നമ്മുടെ ഹീറോ അവിടേക്ക് ചെല്ലുമ്പോൾ ആ ഒരു വീടിനകത്ത് കാണിക്കുമ്പോഴത്തേക്കാണ് ഇപ്പോൾ നമ്മുടെ സൈക്കോ അതിനകത്തേക്ക് ഇങ്ങനെ കയറി വരുന്നു. സൈക്കോ അതിനകത്തേക്ക് കയറി വന്ന് അവിടെ ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ സിയോൺ പറയും ഇതെല്ലാം നിനക്ക് നിർത്തിക്കൂടെ എന്നെല്ലാം പറയുമ്പോഴത്തേക്കും ആ ഒരു സൈക്കോ പറയും എന്റെ അച്ഛനൊരു പാവമായിരുന്നു, അതുമല്ല ഞങ്ങളുടെ ആ ഒരു കുടുംബത്തിൽ അവൾ വന്നതിന് ശേഷമാണ് എല്ലാം തകിടം പറഞ്ഞത്, എന്റെ ഫാമിലിയെ കൊന്ന അവരെ എല്ലാവരും ഞാൻ കൊന്നത് എന്നിങ്ങനെ പറയുന്നതും സത്യം പറഞ്ഞാൽ ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ രണ്ടാനമ്മ, അവരൊരു മോശമായിട്ടുള്ള സ്ത്രീ ആയതുകൊണ്ടാണ് അവരെ കൊന്നതിന് ശേഷം നമ്മുടെ സൈക്കോയും ഈ ഒരു രീതിയിൽ മാറിയിട്ട് മോശമായിട്ടുള്ള പെൺകുട്ടികളെ അല്ലെങ്കിൽ മറ്റുള്ളവരോടൊപ്പം കിടക്കുന്ന സ്ത്രീകള് ആ ഒരു രീതിയിൽ സംസാരിക്കുകയും ഡ്രസ്സിങ് എല്ലാം ചെയ്യുന്ന പെൺകുട്ടികള് ഇങ്ങനെയുള്ളവരെല്ലാവരെയും കാണുമ്പോഴത്തേക്കും അവൻ അവരെല്ലാവരെയും കൊല്ലുന്നത്. അതുമല്ല നമ്മുടെ സിയോണിനോട് ഇപ്പൊ ചോദിക്കും നീ അവനോടൊപ്പം കിടന്നു, അങ്ങനെയാണെങ്കിൽ നിന്നെ ഞാൻ കൊല്ലാൻ പോവാണെന്നും പറഞ്ഞിട്ട് അവനൊരു കല്ലും എടുത്തോണ്ട് അവളുടെ അടുത്തേക്ക് വന്ന് അവളെ ഇടിക്കുകയും ചെയ്യുന്നു. അതേസമയം ഇവിടെ താഴെ കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോ ഇപ്പോ ഈ ഒരു വീട് കണ്ടുപിടിച്ചിട്ട് ഈ വീടിനകത്തേക്ക് കയറി വരികയാണ്. അകത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് ആരെയും കാണാനില്ല. അങ്ങനെ നോക്കി നിൽക്കുന്നതും നമ്മുടെ സൈക്കോ പെട്ടെന്ന് വന്ന് ഹീറോയെ പിടിച്ച് നല്ല രീതിയിൽ ഇടിക്കുന്നു. എന്നിട്ട് രണ്ടുപേരും കൂടി ഇടി കൂടി താഴെ വന്ന് വീഴുന്നതും ഹീറോ സൈക്കോ ഇടിച്ച് മറ്റൊരിടത്തേക്ക് കളഞ്ഞിട്ടാണ് ഓടി വന്ന് നമ്മുടെ സിയോണിന്റെ കെട്ടം കഴിക്കും. പക്ഷെ ഒരു കയ്യിലെ കെട്ടടിക്കുമ്പോഴത്തേക്കും സൈക്കോ വീണ്ടും എഴുന്നേറ്റ് വന്ന് ഇവര് രണ്ടുപേരും കൂടി ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഹീറോ പെട്ടെന്ന് താഴെയിലോട്ട് ചെടിച്ചട്ടി എടുത്ത് അവന്റെ തലയിലേക്ക് ഒരു ഒറ്റയടി. അങ്ങനെ സൈക്കോ മറ്റൊരിടത്ത് ഹീറോ ആണെങ്കിലും മറ്റൊരിടത്ത് വന്ന് വീണ് കിടക്കുമ്പോൾ സൈക്കോ പതിയെ എഴുന്നേറ്റ് വന്ന് ഹീറോയെ പിടിച്ച് അങ്ങനെ തൂക്കിയെടുക്കാണ്. എന്താണെന്ന് വെച്ചാൽ ആ സൈക്കോയ്ക്ക് അത്ര ആരോഗ്യം. എന്നിട്ട് ഹീറോ എടുത്ത് മറ്റൊരിടത്തേക്ക് എറിയുന്നത് ഹീറോ താഴെ നിന്നും ഒരു മൂർച്ചയുള്ള കമ്പി അങ്ങനെ എടുക്കും. അതെടുക്കുന്നത് നമ്മുടെ സിയോൺ നോക്കുമ്പോൾ അവൾ കണ്ട ആ ഒരു കാര്യം സംഭവിക്കാൻ പോവാണ്. അവളാണെങ്കിൽ പേടിച്ചിങ്ങനെ നിൽക്കുന്നതും സൈക്കോ അടുത്തേക്ക് വരുന്ന സമയത്ത് ഹീറോ ആ ഒരു കമ്പി കൊണ്ട് അവനെ കുത്താൻ വരുമ്പോൾ സൈക്കോ ആ ഒരു കമ്പി പിടിച്ചു വാങ്ങി ഹീറോയുടെ വയറിലേക്ക് ഒരു ഒറ്റ കുത്ത്. അപ്പൊ ഈ ഒരു കാര്യമാണ് നമ്മുടെ സിയോണും ഇതിനു മുന്നേ കണ്ടത്. അങ്ങനെ ആ ഒരു കാര്യം സംഭവിച്ചു. അങ്ങനെ രണ്ടാമത് കുത്താനായിട്ട് വരുന്നതും പെട്ടെന്ന് സൈക്കോയുടെ കയ്യിലേക്ക് അവന്റെ സഹോദരി വന്നിങ്ങനെ പിടിക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം നിർത്താന്ന് ഇങ്ങനെ പറയുകയും ചെയ്യുന്നു. അപ്പോൾ സൈക്കോ അവളുടെ അടുത്തേക്ക് ഇരുന്നിട്ട് നീ എന്താ ഇപ്പോഴും ഇവിടെ? ഇല്ല മോളെ, ഒരിക്കലും എനിക്കിത് നിർത്താൻ കഴിയത്തില്ല, എനിക്കിത് ചെയ്തേ പറ്റൂ എന്നെല്ലാം ഇങ്ങനെ പറയുന്നതും പെട്ടെന്ന് ആ ഒരു പെൺകുട്ടിയെ കാണാനും കഴിയുന്നില്ല. അപ്പോൾ അവൻ പെട്ടെന്ന് സുജിയ നീ എവിടെയാണെന്ന് ചോദിക്കുന്നത് നമ്മുടെ ഹീറോ കുത്തുകൊണ്ട് അവിടെ ഇരുന്നിട്ടാണ് അവൻ പറയുന്നത് എന്റെ അച്ഛനും അമ്മയും മരിക്കുന്ന സമയത്ത് എന്റെ സഹോദരി അവൾ എന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു എന്താണെന്നറിയോ, ജീവിതകാലം മുഴുവൻ ഞാൻ നിന്നോടൊപ്പം തന്നെ ഉണ്ടാവുമെന്നാണ്. അങ്ങനെയുള്ള എന്റെ സഹോദരിയാണ് നീ കൊന്നത്, ഒരു തെറ്റും ചെയ്യാത്ത അവളെ നീ കൊന്ന് ആ ഒരു തണുത്ത വെള്ളത്തിൽ നിന്ന് അവളെ എനിക്ക് കിട്ടുമ്പോൾ അന്ന് ഞാൻ തീരുമാനിച്ചാണ് അവളെ കൊന്നത് ആരാണെങ്കിലും അവനെ ഞാൻ വെറുതെ വിടത്തില്ലെന്ന്. അതുകൊണ്ട് ഞാൻ മരിക്കുന്നതിന് മുന്നേ എന്തായാലും നിന്നെ ഞാൻ കൊന്നിരിക്കും എന്നും പറഞ്ഞ് നമ്മുടെ സൈക്കോയെ പിടിച്ച് ഒരു ഒറ്റ ഓട്ടം. അതേസമയം സിയോൺ ഇത് കാണുമ്പോഴത്തേക്ക് ഓടി വന്ന് ഹീറോയെ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിനു മുന്നേ തന്നെ നമ്മുടെ ഹീറോ സൈക്കോനെ കൊണ്ട് ആ ഒരു വീടിന് മുകളിൽ നിന്ന് താഴേക്ക് എടുത്തൊരു ഒറ്റ ചാട്ടം. അതുമല്ല അത്ര ഉയരമുള്ള ഒരു ഭാഗമായതുകൊണ്ട് രണ്ടുപേരും മുകളിൽ നിന്ന് താഴേക്ക് വന്ന് വീഴുന്നതും എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല. നമ്മുടെ സിയോൺ ഓടി അവിടേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് ഒരു ട്വിസ്റ്റ്. നമ്മുടെ ഹീറോയുടെ കയ്യിൽ സിയോൺ അവളുടെ ആ ഒരു തുണി ഇങ്ങനെ കെട്ടി വെച്ചിരുന്നല്ലോ, ആ ഒരു തുണി ഇപ്പോൾ ഒരു കമ്പിയിൽ കുടുങ്ങിയിട്ട് ഹീറോ അങ്ങനെ തൂങ്ങി കിടക്കാണ്. പക്ഷെ സൈക്കോ ആണെങ്കിലോ താഴെ വീണ് അവൻ മരിക്കുകയും ചെയ്തു.
അങ്ങനെ നമ്മുടെ സിയോൺ ഹീറോയെ വലിച്ചിപ്പോ മുകളിലേക്ക് എടുക്കുന്നതും ഹീറോ എങ്ങനെ ഒരു ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുകയും ചെയ്തു. ഇനി എന്തായാലും ആ ഒരു ചെറിയ പെൺകുട്ടിയെ നമ്മുടെ സിയോൺ കാണത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ചെറിയ പെൺകുട്ടി മരിച്ചതിന് ശേഷം അവളുടെ സഹോദരനെ മറ്റുള്ളവരെ കൊല്ലുന്നതിൽ നിന്ന് തടയാൻ വേണ്ടിയിട്ടാണ് സിയോൺ വഴി ആ ഒരു പെൺകുട്ടി അവളുടെ സഹോദരൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെല്ലാം സിയോണിനെ കാണിച്ചു കൊടുത്തിരുന്നത്. പക്ഷെ ഇനിയിപ്പോ എന്തായാലും ആ ഒരു സൈക്കോ മരിച്ചത് കൊണ്ട് അതിന്റെ ആവശ്യമില്ല. കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു ചെറിയ പെൺകുട്ടിയുടെ ആത്മാവ് സൈക്കോയുടെ അടുത്തേക്ക് ചെന്നിട്ട് അവനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കിടക്കുകയും ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോ ഇപ്പോൾ തന്റെ സഹോദരിക്ക് പകരം സിയോണിനെയാണ് കൂടെ കൊണ്ട് നടക്കുന്നത്. അവന്റെ സഹോദരി അവൻ എങ്ങനെയാണ് സ്നേഹിക്കുന്നത് അതേപോലെ തന്നെ സിയോണിനെ സ്നേഹിച്ച് ഇവരുടെ രണ്ടുപേരുടെയും ജീവിതം നല്ലതുപോലെ പോകുന്നതും ഈ ഒരു മൂവി ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു? ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു മൂവി ആയിരുന്നു നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു മൂവിയായിട്ട് വരുന്നത് വരയ്ക്കും ബൈ.